Hello everyone, welcome to 𝗟𝗘𝗔𝗗𝗏 Learning. This is 𝗟𝗘𝗔𝗏𝗏 here. So, 𝗟𝗘𝗏 Learning നടത്തുന്ന വെബിനാർ സീരീസിന്റെ മൂന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോർഷൻസ് ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ ദിവസം ഓൾഡ് ഇംഗ്ലീഷ് തൊട്ട് അഗസ്റ്റൻ ഏജ് വരെയുള്ള കാര്യങ്ങളും, രണ്ടാമത്തെ ദിവസം ഇന്നലെ നമ്മൾ റൊമാൻറ്റിക് ഏജും വിക്ടോറിയൻ ഏജും പോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ, അതായത് നമ്മളൊരു നെറ്റ് പരീക്ഷ, ഇംഗ്ലീഷ് നെറ്റ് എക്സാമിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ 50ഓളം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ, ഒരു ക്ലോസ് ടു 40, മോർ ദാൻ 40 ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ, 20th സെഞ്ചുറി തൊട്ട് പോസ്റ്റ് മോഡേൺ സാഹിത്യം വരെയുള്ള ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണ്ടംപററി ബ്രിട്ടീഷ് റൈറ്റേഴ്സിനെ കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നില്ല. 20th സെഞ്ചുറി തൊട്ട്, ഏകദേശം ഒരു 19ാം നൂറ്റാണ്ട് അവസാനം തൊട്ട് ഏർലി 20th സെഞ്ചുറി, 2 യുദ്ധങ്ങൾ, 2 വേൾഡ് വാർസ്, അപ്പൊ ഈ ഒരു ഇന്റർ വാർ പീരിയഡിലെ സാഹിത്യം, ഒപ്പം പോസ്റ്റ് വാർ ലിറ്ററേച്ചർ, പോസ്റ്റ് മോഡേൺ സാഹിത്യം, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വന്നിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇന്ററാക്ഷന്റെ ഭാഗമായ ഒരു എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ വിൽ ബി നൈസ്. പീരിയഡിലെ സാഹിത്യം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട, ആ പോർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് 𝗟𝗘𝗏 ലേണിംഗ് ആപ്പിൽ കയറി വെബിനാറിന്റെ മോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിനൊരു മോക്ക് ടെസ്റ്റ് നടത്താൻ, മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇന്ന് 20th സെഞ്ചുറി പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ 𝗟𝗏𝗏 ലേണിംഗ് ആപ്പിൽ ഇതേ വിഷയത്തിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളുടെ അനവധി കുട്ടികൾ ഇതുപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി. അപ്പൊ എല്ലാം അറിയാലോ, ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യം ഒന്നും കൂടെ ആവർത്തിക്കാം. ഒരു നെറ്റ് പരീക്ഷയെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, അല്ലേ? ഓക്കെ, ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോ ഇന്ന് നമ്മൾ 20ാം നൂറ്റാണ്ട് തൊട്ട് ഒരു പോസ്റ്റ് വാർ, അത്രയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം, ഇന്നലെ നമ്മൾ നിർത്തിയത് ഏകദേശം ഒരു വിക്ടോറിയൻ ഏജിന്റെ അവസാനമാണ്, അല്ലേ? വിക്ടോറിയൻ ഏജ്, ഇന്നലെ ടൈം ലൈൻ ഞാൻ പറഞ്ഞു തരുന്നു, 1837 തൊട്ട് ഒരു 1901, ഇത്രയൊരു സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങാനുള്ളത് ആ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ ചില റൈറ്റേഴ്സ്, നമ്മൾ 𝗟𝗏𝗏𝗏𝗏, അതുപോലെ തന്നെ GM ഹോപ്കിൻസ്, അങ്ങനെ ഓസ്കാർ വൈൽഡ്, അങ്ങനെ കുറച്ച് റൈറ്റേഴ്സിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഏർലി 20th സെഞ്ചുറിയിലേക്ക് കടക്കും. അതിനുശേഷം 2 മഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ഇടയ്ക്ക് സംഭവിച്ച സാഹിത്യം, ലിറ്ററേച്ചർ ബിറ്റ്വീൻ ദ വാർസ് അല്ലെങ്കിൽ ഇന്റർ വാർ പീരിയഡ് ലിറ്ററേച്ചർ, അതിനുശേഷം പോസ്റ്റ് മോഡേൺ, പോസ്റ്റ് വേൾഡ് ലിറ്ററേച്ചർ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അറിയാലോ, ഇതൊരു ലെങ്തി ഏരിയ ആണ്. അത് എന്താ പറയുക, ഒരു പ്രോപ്പർ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകണമെങ്കിൽ പോലും നല്ല സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും ഞാൻ ഒരു മണിക്കൂറിന് മുകളിൽ സമയം എടുത്ത് ഞാൻ പറയുന്നത്. സോ ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുക, കഴിയുന്നത്ര എഴുത്തുകാർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, അവരുടെ പ്രധാന വർക്ക്സ് ഞാൻ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഓക്കെ, കൂടുതൽ ഡിസ്കഷൻ എന്തായാലും നമുക്ക് 1 മണിക്കൂറിൽ സാധ്യമാകില്ല. നിങ്ങൾക്കൊരു റിവിഷൻ ആയിട്ട് എങ്കിലും ഇത് ഉപകരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ എന്തായാലും അധികം സമയം കളയാതെ തന്നെ എനിക്ക് ഒന്ന് തുടങ്ങാമെന്ന്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ കമന്റുകൾ നോക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നെങ്കിൽ കമന്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ പീരിയോഡിക്കലായിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കമന്റ്സിലേക്ക് വരാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ 20th സെഞ്ചുറി പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തുടക്കം 19ാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ട് പറയാം. ഓക്കെ, ഫിൻഡിസിക്കിൾ കേട്ട് കാണുന്നല്ലേ? ഫിൻഡിസിക്കിൾ ടിപ്പിക്കലി യൂസ്ഡ് ടു റെഫർ ടു എൻഡ് ഓഫ് ദ 19th സെഞ്ചുറി. അപ്പൊ ഫിൻഡിസിക്കിൾ റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ 20th സെഞ്ചുറിയിലേക്ക് കടക്കുന്നത്. ഫിൻഡിസിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം എന്നാണ് അർത്ഥം. സോ ഫിൻഡിസിക്കിൾ റൈറ്റേഴ്സ് മീൻസ് റൈറ്റേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി 19th സെഞ്ചുറി. ഈ 19ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രധാന ചില മൂവ്മെന്റുകൾ നമുക്ക് നോക്കാം. ദ മേജർ മൂവ്മെന്റ്സ് ഓഫ് ദിസ് പീരിയഡ്: ഡെക്കഡൻസ്, ദെൻ സിംബോളിസം, അതുപോലെ തന്നെ എസ്തെറ്റിസം, അവാൻഗാർഡ്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു 19ാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ. ഇവയൊക്കെയാണ്. ഇനി ആരൊക്കെയാണ് ആ ഫിൻഡിസിക്കൽ റൈറ്റേഴ്സ് എന്ന് കേട്ടോളൂ. 20th സെഞ്ചുറിയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സ്വന്തം 𝗟𝗏𝗏𝗏𝗏, നോബൽ ലോറേറ്റ് ആണ്, അറിയാലോ. ഐറിഷ് പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ്. ഈ ഒരു ഐറിഷ് ബാക്ക്ഗ്രൗണ്ട് ഉറപ്പായിട്ടും എടുത്ത് പറയേണ്ടതാണ്, കാരണം അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ കടന്നു വരാറുണ്ട്. ഹു ഹാഡ് എ മേജർ റോൾ ഇൻ ഐറിഷ് ലിറ്റററി റിവൈവൽ. ഐറിഷ് ലിറ്റററി റിവൈവലിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഐറിഷ് ലിറ്റററി റിവൈവൽ എന്ന് പറയുന്നത് കെൽറ്റിക് റിവൈവലിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 𝗟𝗏𝗏𝗏𝗏 along with ലേഡി ഗ്രിഗറി ആൻഡ് എഡ്വേർഡ് മാർട്ടിൻ. ലേഡി ഗ്രിഗറിക്കും എഡ്വേർഡ് മാർട്ടിനും ഒപ്പം ചേർന്നാണ് ആബി തിയേറ്റർ സ്ഥാപിച്ചത്.
ആബി തിയേറ്റർ സ്ഥാപിച്ച വർഷം 1899. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. ആബി തിയേറ്റർ, ഈ തിയേറ്റേഴ്സിനെ ബേസ് ചെയ്തു, ആ തിയേറ്റേഴ്സിന്റെ പ്രാക്ടീഷണേഴ്സിനെ ബേസ് ചെയ്തൊക്കെ ചോദ്യങ്ങൾ വരാം ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട്. സോ WB Yeats was a major person associated with the Irish literary revival, and he was instrumental in the establishment of the Abbey Theatre. ഫസ്റ്റ് ഐറിഷ്മാൻ ടു ഗെറ്റ് നോബൽ പ്രൈസ്. അറിയില്ല, 1923 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അദ്ദേഹമാണ് ഫസ്റ്റ് ഐറിഷ് പേഴ്സൺ ടു ഗെറ്റ് ദിസ് അവാർഡ് ഫോർ റിഫ്ലക്ടിംഗ് ദ സ്പിരിറ്റ് ഓഫ് എ ഹോൾ ന്യൂ നേഷൻ ഇൻ ഹിസ് പോയട്രി. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കവിതകൾ ഞാൻ പറയാം. ദ സെക്കൻഡ് കമ്മിങ്, വളരെ ഫേമസ് ആയ ഒരു കവിതയാണ് ദ സെക്കൻഡ് കമ്മിങ്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്, പക്ഷെ അത് ക്രിസ്തു അല്ല, ഒരു വൈൽഡ് ബീസ്റ്റ് ആണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്ന ഒരു കവിതയാണ് സെക്കൻഡ് കമ്മിങ്. ഇതിലെ ഒരു വരി ഉണ്ടല്ലോ, തിങ്സ് ഫോൾ അപ്പാർട്ട്, അവിടെ നിന്നാണ് അച്ചബിയുടെ നോവലിന്റെ ടൈറ്റിൽ തന്നെ വന്നത്. ദെൻ സെയിലിംഗ് ടു ബൈസാൻഡിയം, ദെൻ ബൈസാൻഡിയം. പ്രധാനപ്പെട്ട കവിതകൾ സെക്കൻഡ് കമ്മിങ്. ഏറ്റവും ഫേമസ് WB Yeats എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് നമുക്ക് സെക്കൻഡ് കമ്മിങ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ സെയിലിംഗ് ടു ബൈസാൻഡിയം, അതിനുശേഷം ബൈസാൻഡിയം, ലെഡ ആൻഡ് ദ സ്വാൻ മറ്റൊരു ഫേമസ് വർക്ക് ആണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ചെറിയ നാടകമാണ് മസാഡ. 1886 വന്നൊരു ഷോർട്ട് പ്ലേ ആണ് മസാഡ. ദെൻ ലാൻഡ് ഓഫ് ഹാർട്ട്സ് ഡിസയർ ഇൻ 1894. Then Kathleen Nee Holohan in 1902. It's a nationalist one-act play. ഐറിഷ് റിബല്യനുമായി ബന്ധപ്പെട്ട 1798 ഐറിഷ് റിബല്യനുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണിത്. അടുത്തത് ഒരു ഡെക്കേഡൻസ് എന്ന് പറയുന്ന മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു റൈറ്റർ ആണ് നമ്മുടെ വാൾട്ടർ പേറ്റർ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് വർക്കിന്റെ പേര് ദ റിനൈസൻസ് എന്നാണ്. ശ്രദ്ധിക്കുക, ദ റിനൈസൻസ് ഇൻ ദ ഇയർ 1873. വാൾട്ടർ പേറ്റർ ഡെക്കേഡൻസ് എന്ന് പറയുന്ന മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അടുത്തത് നമ്മുടെ ഓസ്കാർ വൈൽഡ്. ഇപ്പൊ വാൾട്ടർ പേറ്ററിന് അത്ര പ്രധാനമായിട്ട് ഓർത്ത് വെക്കണ്ട, അതുകൊണ്ട് ഒരു മൈനർ റൈറ്റർ ആണ് നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ. നെക്സ്റ്റ് ഓസ്കാർ വൈൽഡ്. അറിയാലോ, ഓസ്കാർ വൈൽഡിനെ കുറിച്ച് ഈസ്തറ്റിസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫിഗർ ആണ് അദ്ദേഹം. ഓസ്കാർ വൈൽഡ് ഒറ്റ നോവലേ എഴുതിയിട്ടുള്ളൂ, ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. 1890 വന്നൊരു നോവലാണ് ദ പിക്ചർ ഓഫ് ഡോറിയൻ ഗ്രേ. ഏകദേശം നമ്മുടെ ഫോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു തീം ഈ ഒരു നോവലും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഹി ഈസ് നോൺ ഫോർ ഹിസ് ഡ്രാമാസ്. നാടകങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ നോക്കാം. ലേഡി വിൻഡമിയർസ് ഫാൻ, എ പ്ലേ അബൌട്ട് ഗുഡ് വുമൺ ഇൻ 1892. പിന്നീട് എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ് ഇൻ 1893. അതിനുശേഷം ആൻ ഐഡിയൽ ഹസ്ബൻഡ് ഇൻ 1895. പക്ഷെ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം. അത് 1895 1895 വന്ന നാടകമാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്. ഒരു കോമഡി ഓഫ് മാനേഴ്സിന്റെ എലമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ജാക്ക്, ജോൺ വേർതിങ്, അതുപോലെ സുഹൃത്ത് ആൽഗർണൂൺ മോൺക്രീഫ്. ഇവർ രണ്ടുപേർക്കും അവർ ഇൻവാലിഡ് ഫ്രണ്ട്സിനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന രണ്ടുപേരാണ്. ദെൻ ഗ്വിൻഡലൻ ഫെയർഫാക്സ്, ദെൻ മിസ് പ്രിസം, ലേഡി ബ്രാക്നിൽ. അങ്ങനെ പ്രധാനപ്പെട്ട കുറെ നല്ല കഥാപാത്രങ്ങളുള്ള, നമുക്ക് അത്യാവശ്യം ഒരുപാട് ചിരിപ്പിക്കുന്ന സീക്വൻസുകളൊക്കെ ഉള്ള നാടകമാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്. ദെൻ GM ഹോപ്കിൻസ്. GM ഹോപ്കിൻസിന്റെ വർക്സിലേക്ക് വരാം. അദ്ദേഹം കൂടുതലും അറിയാലോ ആർക്കൈക് വേർഡ്സ്, ആംഗ്ലോ സാക്സൺ ഡിക്ഷനോടൊക്കെ അത്രത്തോളം പ്രിയമുള്ള വ്യക്തിയാണ്. അത്തരം ആർക്കൈക് ഒബ്സലീറ്റ് വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് GM ഹോപ്കിൻസ്. അദ്ദേഹത്തിന്റെ കവിതകൾ പ്രധാനമായിട്ടും ഗോഡ്സ് ഗ്രാൻഡിയർ, ദെൻ ദ വിൻഡോവർ, ദെൻ ബിൻസ്ലി പോപ്ലാർസ്, ഫോളോഡ് ബൈ സ്പ്രിംഗ് ആൻഡ് ഫോൾ. പ്രധാനപ്പെട്ട ചില കവിതകളാണ് ഇതെല്ലാം. അതിൽ തന്നെ വിൻഡോവർ ഇത്തിരി നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കണം. വിൻഡോവർ പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, ചെറിയ കവിതയാണെന്ന് വായിച്ചു നോക്കുക. ദെൻ ക്യാരിയൻ കംഫർട്ട്, കേജ്ഡ് സ്കൈലാർക്ക്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കർട്ടൽ സോണറ്റ്സുകൾ ഏതൊക്കെയെന്ന് പഠിക്കാം. ഒന്ന് പൈറ്റ് ബ്യൂട്ടി, പീസ്, ആഷ് ബോസ്. 3 കർട്ടൽ സോണറ്റ്സ്. GM ഹോപ്കിൻസിന്റെ 3 കർട്ടൽ സോണറ്റ്സ് ആണ് പൈറ്റ് ബ്യൂട്ടി, പീസ്, ആഷ് ബോസ്. ഓക്കെ, അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 എൻഡ് ഓഫ് ദി 19th സെഞ്ചുറി, അതായത് ഫിൻഡിസിക്കൽ റൈറ്റേഴ്സിനെയാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആരൊക്കെയാണെന്നറിയാലോ, ഒന്ന് GM ഹോപ്കിൻസ്, WB Yeats, ഓസ്കാർ വൈൽഡ്, വാൾട്ടർ പേറ്റർ. അപ്പൊ 4 ഫിൻഡിസിക്കൽ റൈറ്റേഴ്സ്, അതായത് എൻഡ് ഓഫ് 19th സെഞ്ചുറി വരുന്ന 4 എഴുത്തുകാരാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ഈ 4 പേരെ നമ്മൾ പഠിച്ചു തീർന്നു. ഇനി പ്രോപ്പർ 20th സെഞ്ചുറിയിലേക്ക് വരാം. 20th സെഞ്ചുറി തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു ഏർലി 20th സെഞ്ചുറി, ഇന്റർ വാർ പീരിയഡ്, അതായത് യുദ്ധങ്ങൾക്കിടയിലുള്ള സാഹിത്യം, ലിറ്ററേച്ചർ ബിറ്റ്വീൻ ദ വാർസ്, പിന്നീട് പോസ്റ്റ് വാർ. അങ്ങനെ 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം.
ഇപ്പൊ പ്രോപ്പർ 20th സെഞ്ചുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ എൻഡ് ഓഫ് 19th സെഞ്ചുറി റൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു 4 പേരെ പഠിക്കാറുണ്ട്. അവരെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വാൾട്ടർ പേറ്റർ, ഓസ്കാർ വൈൽഡ്, അതുപോലെ ഹോപ്കിൻസ്, WBH 4 ഫിൻഡിസിക്കൽ റൈറ്റേഴ്സ്, അതായത് എൻഡ് ഓഫ് 19th സെഞ്ചുറി റൈറ്റേഴ്സ്. ഓക്കെ, അവർ കഴിഞ്ഞു. ഇനി നമുക്ക് 20ാം നൂറ്റാണ്ടിലേക്ക് വരാം. അതിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട റൈറ്ററാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗ് അറിയാലോ, ജംഗിൾ ബുക്ക്. എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു വർക്ക് കൂടിയാണ് അല്ലേ റുഡ്യാർഡ് കിപ്ലിംഗ്. അത് പണ്ട് എനിക്ക് തോന്നുന്നു ദൂരദർശനിൽ അത് സീരിയലൊക്കെ ആയിട്ട് വന്നു, കാർട്ടൂൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ടൈറ്റിൽ സോങ് ഉൾപ്പെടെ വളരെ ഫേമസ് ആയിരുന്നു. ജംഗിൾ ബുക്ക് ഇൻ ദ ഇയർ 1894. ഓക്കെ, ഇതിന്റെ ഒരു സെക്കൻഡ് സീരീസ് ഉണ്ട്. അത് അദ്ദേഹം US-ലായിരുന്നപ്പോഴാണ് എഴുതിയത്. ജംഗിൾ ബുക്ക് അറിയാലോ, മോഗ്ലി എന്ന് പറയുന്ന ഏകദേശം ഒരു ഇന്ത്യൻ കാടിൽ വളർന്ന ഒരു മാൻ കബിന്റെ കഥയാണ് പറയുന്നത്. ദെൻ ജംഗിൾ ബുക്ക് കിം 1901. ഇത് കിംബാൾ ഹാര എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. കിംബാൾ ഹാര ആണ് പ്രോട്ടഗോണിസ്റ്റ്, കിംബാൾ ഹാര. ദെൻ ലൈറ്റ് ദാറ്റ് ഫെയിൽഡ്, അത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലല്ല. ദെൻ ക്യാപ്റ്റൻ കറേജിയസ്. ദെൻ ഫാൻഡം റിക്ഷ ആൻഡ് അതർ ഫെയറി ടെയിൽസ്. ഹി വാസ് ഓൾസോ ആൻ ഇന്നോവേറ്റർ ഓഫ് ഷോർട്ട് സ്റ്റോറി. ചെറുകഥകളിൽ ഒരുപാട് പരീക്ഷണം കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. ഓക്കെ, ദെൻ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 1888 വന്നൊരു വർക്കാണ്. ദെൻ ജസ്റ്റ് സോ സ്റ്റോറീസ്, ഒരു കളക്ഷൻ 1902. പക്ക് ഓഫ് പൂക്ക് ഹിൽസ്. ദെൻ പോം ഇഫ്, അത് വളരെ ഫേമസ് ആണ് കേട്ടോ. ഇഫ് എന്ന് പറയുന്ന ഒരു കവിത, കുറച്ച് വിവാദമായ കവിത കൂടിയാണ് ഇഫ്, 1910. മാത്രമല്ല കിപ്ലിങ്ങിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹി ഈസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റൈറ്റർ ടു വിൻ ദ നോബൽ പ്രൈസ്. നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷ എഴുത്തുകാരനാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. ഏത് വർഷമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്? 1907. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു പ്ലേ റൈറ്റിലേക്ക് വരാം. പ്ലേ റൈറ്റും ആണ്, നോവലിസ്റ്റും ഒക്കെയാണ്. ജോൺ ഗാൽസ്വർദിയാണ്. ഒരു നോബൽ സമ്മാന ജേതാവായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നോബൽ ലോറേറ്റ് ഓഫ് 1932. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം വർക്കിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ വരാറുള്ളത്. ദ സിൽവർ ബോക്സ് ഇൻ ദ ഇയർ 1906. ദെൻ സ്ട്രൈഫ് in 1909. Then Skin Game 1920. Fawcett Saga 1922. Okay. പക്ഷേ ഈ ഫോർസിറ്റ് സാഗ മാത്രം, ഫോർസിറ്റ് സാഗയിൽ ഒരു കുടുംബത്തിന്റെ കഥ, അവരുടെ നെയ്ബേഴ്സ്, അവരുടെ റിലേറ്റീവ്സ് ആയ വേറൊരു കുടുംബത്തിന്റെ കഥയെ ബേസ് ചെയ്തുള്ള ട്രിലജി കൂടി ജോൺ ഗാൽസ്വർദി എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആർണൾഡ് ബെന്നറ്റ്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റൈറ്റർ. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലിന്റെ പേര് ഞാൻ ആദ്യം പറയാം. അതിന്റെ പേര് എ മാൻ ഫ്രം ദ നോർത്ത്. 1898 വന്ന എ മാൻ ഫ്രം ദ നോർത്ത് ആണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ. അതിനുശേഷം അന്ന ഓഫ് ദ 5 ടൗൺസ് 1902. ദ ഗ്രാൻഡ് ബാബിലോൺ ഹോട്ടൽ 1902. ദ ഗേറ്റ്സ് ഓഫ് റാത്ത് 1903. ഇപ്പൊ ഗ്രേപ്സ് ഓഫ് റാത്ത് എന്ന് പറഞ്ഞ വേറൊരു നോവലുണ്ട് സ്റ്റെയിൻബാക്കിന്റെ. ഇത് ഓർത്ത് നോക്കുക, ദ ഗേറ്റ്സ് ഓഫ് റാത്ത്. അപ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന നോവലുകളുടെ പേരുകൾ വരുന്ന വർക്ക്സ് വെച്ച് കൺഫ്യൂസിംഗ് ആയുള്ള ചോദ്യങ്ങൾ വരാം. ദ ഗേറ്റ്സ് ഓഫ് റാത്ത് ഇൻ ദ ഇയർ 1903. ഇത്രയാണ് ആർണൾഡ് ബെന്നറ്റിന്റെ കോൺട്രിബ്യൂഷൻസ്. അതിനുശേഷം ദ ഓൾഡ് വൈഫ്സ് ടെയിൽ, പ്രധാനപ്പെട്ട, അറിയാലോ ഓൾഡ് വൈഫ്സ് ടെയിൽ എന്ന പേരിൽ പണ്ടൊരു നാടകമൊക്കെ ഉണ്ട്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഒരാൾ എഴുതിയൊരു നാടകം ഉണ്ടായിരുന്നു, ഓൾഡ് വൈഫ്സ് ടെയിൽ. പിന്നീട് ഒരു ക്ലേ ഹാങ്ങർ ട്രിലജി ഉണ്ട്. ഇത്തരം ട്രിലജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്ലേ ഹാങ്ങർ ട്രിലജിയിൽ വരുന്ന 3 നോവൽസ് ഏതൊക്കെയാന്ന് നോക്കാം. 1 ക്ലേ ഹാങ്ങർ, 2 ഹിൽഡ ലെസ്വെയ്സ്, 3 ദീസ് ട്വിൻ. ഓക്കെ, വർഷങ്ങൾ സഹിതം ഞാനിപ്പോ വർക്ക്സ് മാത്രം എപ്പോഴും പറയുന്നതാണ്, വർക്ക്സ് മാത്രം ഞാൻ ഇങ്ങനെ വായിക്കും, വർഷങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക. അറിയാലോ കൂടുതൽ ഒരു 25 ചോദ്യങ്ങളെങ്കിലും മിനിമം ഈ വർഷങ്ങളെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അടുത്തത് H.G. വെൽസ്. ഇപ്പൊ സയൻസ് ഫിക്ഷന്റെ ഷേക്സ്പിയർ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു വ്യക്തിയാണ് H.G. വെൽസ്. കാരണം അത്രയും സയൻസ് ഫിക്ഷൻ വർക്ക്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. വർക്ക്സ് ഏതൊക്കെയാണെന്ന് കേട്ടോളൂ. ദ ടൈം മെഷീൻ 1895 വന്ന ടൈം മെഷീൻ. പിന്നീട് വാർ ഓഫ് ദ വേൾഡ്സ് ഇൻ 1898. ദ ഐലൻഡ് ഓഫ് ഡോക്ടർ മൊറോ 1896. ദ ഇൻവിസിബിൾ മാൻ, ഒരു അമേരിക്കൻ നോവലുണ്ട് റാൽഫ് എലിസന്റെ. ആ നോവലിന്റെ പേര് ഇൻവിസിബിൾ മാൻ എന്നാണ്, ദ ഇല്ല. ഇപ്പൊ ദ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ മാൻ. അത് എഴുതിയത് അമേരിക്കൻ നോവലിസ്റ്റ് ആയ റാൽഫ് എലിസൺ. ഇത് ദ ഇൻവിസിബിൾ മാൻ. ഇത്തരം കൺഫ്യൂസ് ചെയ്യുന്ന ചോദ്യങ്ങളും വരാം. ഓക്കെ, ദെൻ വെൻ ദ സ്ലീപ്പർ വേക്സ് 1899. ഫസ്റ്റ് മെൻ ഇൻ ദ മൂൺ 1901. സോ ശ്രദ്ധിക്കുക, H.G. വെൽസിനെ ബേസ് ചെയ്ത് ഈ വർക്ക്സും ഈ വർക്ക്സിലെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതാണ്, കഥാപാത്രങ്ങളെ. കാരണം അത്രത്തോളം ഏകദേശം ഈ 1890s സയൻസ് ഫിക്ഷൻ, ഫ്യൂച്ചറിസ്റ്റിക് ആയ കഥകൾ, അത്തരം കാര്യങ്ങളെ ബേസ് ചെയ്ത് കഥ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതിനുശേഷം എ മോഡേൺ ഉട്ടോപ്പിയ 1905. പിന്നീട് കിപ്സ്
ദ സ്റ്റോറി ഓഫ് എ സിമ്പിൾ സോൾ ഇൻ 1905. പിന്നെ ടോണോ ബംഗെ, എ റൊമാൻസ് ഓഫ് കൊമേഴ്സ്. ഏതെങ്കിലും ഒരു വർക്കിന് ഇതുപോലൊരു സബ് ടൈറ്റിൽ കൂടി ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ ആൻ വെറോണിക്ക ഇൻ 1909, ദ ന്യൂ മെക്കാവലി 1911, ദ ഹിസ്റ്ററി ഓഫ് മിസ്റ്റർ പോളി 1910. ഇത്രയാണ് H.G. വെൽസിന്റെ കോൺട്രിബ്യൂഷൻസ്. അടുത്തത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നോവലിസ്റ്റ് ആണ് ജോസഫ് കോൺറാഡ്. അറിയാലോ, അദ്ദേഹത്തിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഇപ്പോഴും കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ പാഠപുസ്തകമായിട്ട് വരുന്നൊരു സാധനമാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഏതൊക്കെയാന്ന് നോക്കാം. പക്ഷെ എപ്പോഴും നമുക്ക് ജോസഫ് കോൺറാഡ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷെ വേറെയും പ്രധാനപ്പെട്ട വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൽമയേഴ്സ് ഫോളി ഇൻ ദ ഇയർ 1895, 1895 അദ്ദേഹം ആൽമയേഴ്സ് ഫോളി എന്നൊരു വർക്ക് എഴുതി. പിന്നെ ദ നിഗർ ഓഫ് നാസിസസ്, എ ടെയിൽ ഓഫ് ദ സീ ഇൻ 1897. പിന്നീട് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് 1899, ലോർഡ് ജിം, അതും 1899. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മാർലോ ഇൻ സെർച്ച് ഓഫ് എ പേഴ്സൺ. ആരാണ്? കേർട്സ്. അതിൽ ഓർത്ത് വെക്കേണ്ടത് ഈ കേർട്സിന്റെ അവസാന വാക്കുകൾ ദ ഹൊറർ ആണ്. അറിയാലോ, ദ ഹൊറർ. ഇത് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ വേസ്റ്റ്ലാൻഡിലെ എപ്പിഗ്രാഫ് എടുത്തിരിക്കുന്നത് സറ്ററിക്കോണിൽ നിന്നാണ്. അതറിയാലോ, അവരാണ്. പക്ഷെ ശരിക്കും ആദ്യം TS Eliot പ്ലാൻ ചെയ്തിരുന്നത് ഈ വാക്കുകൾ എടുക്കാനാണ്, കേർഡ്സിന്റെ ലാസ്റ്റ് വേർഡ്സ് ദ ഹൊറർ എടുക്കാനാണ്. പക്ഷെ എഡിറ്ററായ എസ്രാ പൗണ്ടിന്റെ സജഷനിൽ അത് മാറ്റുകയായിരുന്നു. ഇപ്പോ എപ്പിഗ്രാഫ് വേറെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആദ്യം പ്ലാൻ ചെയ്ത ഇതാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. അത് പറയാൻ വേണ്ടി ഞാൻ അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് ലോർഡ് ജിം 1899, ദെൻ നൊസ്ട്രോമോ 1904, ടൈഫൂൺ 1903, അണ്ടർ വെസ്റ്റേൺ ഐസ് ഇൻ 1911, പിന്നീട് ദ ഷാഡോ ലൈൻ എ കൺഫെഷൻ, അത് 1919. പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്. ജോസഫ് കോൺറാഡ് എപ്പോഴും നമുക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് മാത്രമായിരിക്കും അറിയാവുക. പക്ഷെ ഇത്രയും വർക്ക്സ് എഴുതിയ വ്യക്തിയാണ്, ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മുടെ സ്വന്തം E.M. ഫോസ്റ്റർ. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ വെൻ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് 1905, എ റൂം വിത്ത് എ വ്യൂ 1908, ഹൊവാർഡ്സ് എൻഡ് 1910, എ പാസേജ് ടു ഇന്ത്യ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ പീസ് ആയിട്ട് പറയാനുള്ള ഒരു വർക്കാണ് എ പാസേജ് ടു ഇന്ത്യ. അതിനുശേഷം ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ, അദ്ദേഹത്തിന് ഒരു ക്രിട്ടിക്കൽ വർക്ക് ഒക്കെയാണ് ആസ്പെക്ട്സ് ഓഫ് ദ നോവൽ. നോവലിന്റെ ആസ്പെക്ട്സ്, പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അങ്ങനെ 7 ആസ്പെക്ട്സിനെ കുറിച്ച് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. എ പാസേജ് ടു ഇന്ത്യ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ അറിയാലോ, അസീസ്, ദെൻ ഫീൽഡിംഗ്, മിസ്സസ് മൂർ, അഡല ക്വസ്റ്റ്യഡ്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നടക്കുന്നത് ചന്ദ്രപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കഥ നടക്കുന്നത്. അതായത് ഒരു റിവറിന്റെ തീരത്താണ്, തൊട്ടടുത്ത് മറബാർ കേവ്സ്. ആ കേവ്സിന്റെ മറബാർ കേവ്സ്, ഒരു പ്രധാനപ്പെട്ട സീൻ നടക്കുന്നത് തന്നെ മറബാർ കേവ്സിൽ വെച്ചാണ്. അതായത് അഡല ക്വസ്റ്റ്യഡ് അസീസിനെ അക്യൂസ് ചെയ്യുമല്ലോ, അവരെ മൊളസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ്, അതായത് മിസ്ബിഹേവ് ചെയ്തു. ആ കേവ്സിന്റെ ഇരുട്ടിൽ വെച്ച് അയാൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നതാണല്ലോ കഥയിലെ പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. പിന്നീട് അതുപോലെ തന്നെ ഹൊവാർഡ്സ് എൻഡ്, പിന്നീട് അദ്ദേഹത്തിന് മറ്റൊരു വർക്ക് ഉണ്ട്, മൗറിസ് എന്നാണ് പേര്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, മൗറിസ്. അതായത് നമ്മുടെ E.M. ഫോസ്റ്റർ ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് മൗറിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിനെ ബേസ് ചെയ്താണ്. അത് പബ്ലിഷ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഹോമോസെക്ഷുവാലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ G.K. ചെസ്റ്റർട്ടൺ, പ്രധാനപ്പെട്ട നോവലിസ്റ്റ് എന്നതിലുപരി പ്രധാനപ്പെട്ട ഒരു എസ്സൈസ്റ്റ് കൂടിയാണ് G.K. ചെസ്റ്റർട്ടൺ. അദ്ദേഹത്തെയാണ് നമ്മൾ പ്രിൻസ് ഓഫ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്, ദ പ്രിൻസ് ഓഫ് പാരഡോക്സ്. G.K. ചെസ്റ്റർട്ടൺ is fondly called as the Prince of Paradox, who created the character Father Brown, a detective. ഇദ്ദേഹം ഒരു പ്രീസ്റ്റ് ഡിറ്റക്റ്റീവിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫാദർ ബ്രൗൺ. അറിയാലോ, നമ്മുടെ ഷെർലോക്ക് ഹോംസിനെ പോലെ, അഗസ്റ്റേ ഡൂപ്പിനെ പോലെ ഒരു കുറ്റാന്വേഷകനാണ് ഫാദർ ബ്രൗൺ. പ്രധാനപ്പെട്ട വർക്ക്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഓർത്തഡോക്സി 1908, പിന്നീട് ദ എവർലാസ്റ്റിംഗ് മാൻ 1925, പിന്നെ ദ മാൻ ഹു വാസ് തേഴ്സ്ഡേ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ത്രില്ലർ നോവലാണ് ദ മാൻ ഹു വാസ് തേഴ്സ്ഡേ 1908. പിന്നീട് ചാൾസ് ഡിക്കൻസ്, എ ക്രിട്ടിക്കൽ സ്റ്റഡി, ഇതൊരു ക്രിട്ടിക്കൽ വർക്കാണ്, ഒരു പഠനമാണ്. ചാൾസ് ഡിക്കൻസ്, എ ക്രിട്ടിക്കൽ സ്റ്റഡി. പിന്നീട് പറയേണ്ടത് ഫാദർ ബ്രൗൺ ഏകദേശം 50-ൽ പരം സ്റ്റോറീസിലെ ഹീറോ ആയിരുന്നു കേട്ടോ. 50 ഷോർട്ട് സ്റ്റോറീസ്.
50-ൽ പരം കഥകളിലെ നായകനായിരുന്നു ഫാദർ ബ്രൗൺ. ഫാദർ ബ്രൗണിനെ ഫീച്ചർ ചെയ്യുന്ന 50ഓളം ചെറുകഥകൾ അദ്ദേഹം എഴുതിയിരുന്നു. നെക്സ്റ്റ്, വാർ പോയറ്റ്സ്. പ്രധാനപ്പെട്ട വാർ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് പറയാം. ഒന്ന് W.H. ഡേവിസ്, റൂപ്പർട്ട് ബ്രൂക്ക്, വിൽഫ്രഡ് ഓവൻ, റോബർട്ട് ഗ്രേവ്സ്, സീക്ഫ്രഡ് സാസൂൺ. 5 പേരാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാർ പോയറ്റ്സ് എന്ന് പറയുന്നത്. സോ ഏർലി 20th century റൈറ്റേഴ്സിന് ശേഷം നമ്മൾ വാർ പോയറ്റ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും പേരാണ് പ്രധാനപ്പെട്ട വാർ പോയറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏകദേശം ഒരു ഇന്റർ വാർ പീരീഡിലെ വാർ പോയറ്റ്സിന് ശേഷം പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ അത് നമ്മുടെ ജോർജ് ബെർണാഡ് ഷായാണ്. അറിയാലോ, 60ഓളം നാടകങ്ങൾ എഴുതിയ വ്യക്തിയാണ്. ഡിസ്കസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ ഒരുപാടുണ്ട് പറയാൻ, എന്നാലും ബ്രീഫായിട്ട് പറഞ്ഞുതരാം. 1 നോബൽ പ്രൈസ് 1925 നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ മിസ്സസ് വാറൻസ് പ്രൊഫഷൻ, പ്രോസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണ്. പ്രോസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണ്. പിന്നീട് ആംസ് ആൻഡ് ദ മാൻ, അറിയാലോ, യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു നാടകമാണ്. അത് ഈ യുദ്ധത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, യുദ്ധവുമായി ബന്ധപ്പെട്ട ചില റൊമാൻറ്റിക് ഐഡിയൽസിനെ അപ്പാടെ തകർക്കുന്ന ഒരു നാടകമാണ് ഈ ആംസ് ആൻഡ് ദ മാൻ. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ അറിയാലോ. ദെൻ കാൻഡിഡ 1894, ഡെവിൾസ് ഡിസൈപ്പിൾ 1897, മാൻ ആൻഡ് സൂപ്പർമാൻ. ഓക്കെ, സോ ഓർത്തു വെക്കേണ്ടത് 1925 നോബൽ കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം. മിസ്സസ് വാറൻസ് പ്രൊഫഷൻ, ദെൻ ആംസ് ആൻഡ് ദ മാൻ. ആംസ് ആൻഡ് ദ മാനിലെ ക്യാരക്ടേഴ്സ് ബ്ലൻഷ്ലി ആണ് മെയിൻ ക്യാരക്ടർ. ബ്ലൻഷ്ലി ആണ് മെയിൻ ക്യാരക്ടർ. പിന്നീട് റൈന പെറ്റ്കോഫ് ആണ് നായിക. പിന്നീട് ഒരു ക്യാരക്ടർ, പിന്നീട് ലൗക്ക പോലെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സെർജിയസ്. ഇത്രയും പേരെയാണ് ആദ്യം പറയേണ്ടത്. പിന്നെ മേജർ പെറ്റ്കോഫ് എന്ന് പറയുന്ന റൈനയുടെ അച്ഛൻ, പിന്നെ ലൗക്ക, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓർത്തു വെക്കേണ്ടത് റൈന, സെർജിയസ്, ബ്ലൻഷ്ലിയാണ് നമ്മുടെ നായിക. റൈന ചോക്ലേറ്റ് ക്രീം സോൾജർ എന്നൊക്കെ വിളിക്കുന്നത്. ദെൻ മേജർ ബാർബറ 1905. പിന്നീട് ദ ഡോക്ടേഴ്സ് ഡിലമ 1906. അത് ഡോക്ടേഴ്സ് ഡിലമ എന്താണ്? ഇദ്ദേഹം ഒരു ട്യൂബർക്ലോസിസ് അസുഖത്തിന് ഒരു റവല്യൂഷണറി മരുന്ന് കണ്ടുപിടിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ, കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. അത് വെച്ച് കഴിയുന്നതും 10 പേരെ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ഒരു സെലക്ഷൻ നടത്തുന്നു, രക്ഷിക്കേണ്ട കുറച്ച് പേരെ. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടിട്ട് ഒരാളെയും കൂടെ സെലക്ട് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ആ ഒരാൾ ആരാണ്? അപ്പൊ ഒന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുമുണ്ട്, വേറൊരാളും ഉണ്ട്. അപ്പൊ ഈ 2 പേരിൽ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ ആണ് ദ ഡോക്ടേഴ്സ് ഡിലമയിൽ പറയുന്നത്. പിന്നീട് പിഗ്മാലിയൻ പിന്നീട് അറിയാലോ, സിനിമകളായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കാണ് അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയത്. Then Saint John and the Apple Cart in 1929. തീരുന്നില്ല, ഷായുടെ ചെറുകഥകൾ എന്ന് പറയാം ഏതൊക്കെയാണെന്ന്. ദ ബ്ലാക്ക് ഗേൾ, ഇൻ സെർച്ച് ഓഫ് ഗോഡ് ആൻഡ് സം ലെസർ ടെയിൽസ്. ഇതൊരു കളക്ഷന്റെ പേരാണ്. കളക്ഷനിലെ ഒരു കഥയാണ് ദ ബ്ലാക്ക് ഗേൾ ഇൻ സെർച്ച് ഓഫ് ഗോഡ്. ഒരു കഥ തന്നെ, ഈ കളക്ഷനിലെ ഒരു കഥയുടെ പേര് കൂടിയാണ് ദ ബ്ലാക്ക് ഗേൾ ഇൻ സെർച്ച് ഓഫ് ഗോഡ്. പിന്നീട് ദ മിറാക്കുലസ് റിവെഞ്ച്, പ്രധാനപ്പെട്ട മറ്റൊരു ഷോർട്ട് സ്റ്റോറി 1885 വന്നത്. പിന്നീട് ഷായുടെ അറിയാലോ, അദ്ദേഹത്തിന്റെ നോവൽസിനെ കുറിച്ച് പറയുന്നില്ല, ഇമ്മെച്യൂരിറ്റി എന്നൊക്കെ പറയുന്ന നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഫിക്ഷനിൽ ഒരു വലിയ പരാജയമായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം. ഇമ്മെച്യൂരിറ്റി പോലുള്ള നോവൽസിനൊന്നും യാതൊരു രീതിയിലുള്ള അറ്റൻഷനും ക്രിട്ടിക്കൽ പ്രൈസും കിട്ടിയില്ല, അതുപോലെ തന്നെ വായനക്കാരും ശ്രദ്ധിച്ചില്ല. പിന്നെ ഓർക്കേണ്ട കാര്യം, ഇദ്ദേഹമായിരുന്നു 2016 വരെ നോബലും അതുപോലെ തന്നെ അക്കാഡമി അവാർഡ്, ഓസ്കാർ അവാർഡുള്ള ഏക വ്യക്തി ഇദ്ദേഹമായിരുന്നു 2016. പക്ഷെ 2016 ആർക്ക് കിട്ടുന്നത്? ബോബ് ഡിലൻ ഓസ്കാർ കിട്ടിയതോടുകൂടി നോബലും ഓസ്കാറും കിട്ടുന്ന രണ്ടാമത്തെ വ്യക്തിയായ അദ്ദേഹമാണ്. അപ്പൊ 2016 വരെ ഇദ്ദേഹത്തിന് നോബൽ കിട്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ നാടകം സിനിമയായപ്പോൾ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡും കിട്ടി. അങ്ങനെ നോബലും ഓസ്കാറും ഉള്ള ഏക വ്യക്തിയായിരുന്നു ബെർണാഡ് ഷാ 2016 വരെ. പക്ഷെ 2016 ബോബ് ഡിലനും കിട്ടി. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട പ്ലേ റൈറ്റ്, ഒരു ഐറിഷ് പ്ലേ റൈറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്, സീനോ കാസി. പിന്നെ മാത്രമല്ല, ബെർണാഡ് ഷായെ കുറിച്ച് ഒരു കാര്യം പറയാൻ പറ്റും, അദ്ദേഹം ഫാബിയൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ സമാധാനപരമായിട്ട് സമൂഹത്തിൽ പ്രചരിക്കണം എന്നൊരു ലക്ഷ്യമായിട്ട് പ്രവർത്തിച്ച ഒരു കൂട്ടായ്മയാണ് ഈ ഫാബിയൻ സൊസൈറ്റി. മാത്രമല്ല, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഹെൻറി കിബ്സൺ എന്ന് പറയുന്ന നോർവീജിയൻ പ്ലേ റൈറ്റ് ആണ്. അപ്പം ഹെൻറി കിബ്സനും അതുപോലെ തന്നെ നമ്മുടെ ബെർണാഡ് ഷായും രണ്ടുപേരും പ്രോബ്ലം പ്ലേസ്, പ്രശ്ന നാടകങ്ങളുടെ വക്താക്കന്മാരായിരുന്നു. നെക്സ്റ്റ്, സീനോ കാസി. അദ്ദേഹം ഒരു ഐറിഷ് പ്ലേ റൈറ്റ് ആണ്. പ്രധാനപ്പെട്ട വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ ഷാഡോ ഓഫ് എ ഗൺമാൻ 1923. പിന്നീട് ഒരു 1 ആക്ട് പ്ലേ കാതലിൻ ലിസൺസ് ഇൻ. ഇതാണ് സീനോ കാസിയുടെ വർക്ക്സ്.
പിന്നെ അദ്ദേഹത്തിന്റെ ഡബ്ലിൻ ട്രിലജി, ആ ട്രിലജിയിൽ വരുന്ന ഏതൊക്കെയാന്ന് ഈ ഷാഡോ ഓഫ് എ ഗൺമാൻ ആ ട്രിലജിയിലെ ആദ്യത്തെ വർക്കാണ്. ഷാഡോ ഓഫ് എ ഗൺമാൻ, യൂണോ ആൻഡ് ദ പെയ്കോക്ക്, വിതിൻ ദ ഗേറ്റ്സ്. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിന്റെ ഡബ്ലിൻ ട്രിലജിയിൽ വരുന്നത്. നെക്സ്റ്റ് വി ഹാവ് ജെ.എം. സിഞ്ച്. ഐറിഷ് പ്ലേ റൈറ്റ് ആണ്, പോയറ്റ് ആണ്, പ്രോസ് റൈറ്റർ ആണ്. വർക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇൻ ദ ഷാഡോ ഓഫ് ദ ഗ്ലെൻ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ നാടകം ഒന്ന് റൈഡേഴ്സ് ടു ദ സീ 1904. അറിയാലോ, എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു ഫീമെയിൽ കാസ്റ്റ് ആണ് വരുന്നത്. മെയിൽ കാസ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ഇളയ മകൻ ബാട്ട്ലിയുടെ കഥാപാത്രമുള്ള മൗര്യയാണ് മെയിൻ ക്യാരക്ടർ. മൗര്യയ്ക്ക് കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും കടലിന് നഷ്ടപ്പെടുന്നു. അപ്പൊ മൗര്യ മക്കളായ നോറ, കാതലിൻ, പിന്നെ മൈക്കിൾ, ബാട്ട്ലി, ഇത്രയും പേരാണ്. അപ്പൊ മൈക്കിൾ ഓൾറെഡി നാടകത്തിന്റെ തുടക്കത്തിലേ മരിക്കുന്നു. ബാട്ട്ലി അവസാനം മരിക്കുന്നിടത്താണ് നാടകം അവസാനിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഫേമസ് ആയ രണ്ടാമത്തതാണ് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് 1907. ക്രിസ്റ്റിയാണ് ഇതിനകത്തെ നായകൻ. ക്രിസ്റ്റിയുടെ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നാട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് എല്ലാവരും അദ്ദേഹത്തെ ഹീറോ ആയിട്ട് വാഴ്ത്തുന്നു. പക്ഷെ അച്ഛൻ ജീവനോടെ തിരിച്ചു വരുന്നു. അപ്പൊ വീണ്ടും അച്ഛനെ കൊന്ന ആ പേര് തിരിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആൾക്കാർ എല്ലാവരും ക്രിസ്റ്റിക്കെതിരെ തിരിയുന്നു. പക്ഷെ അച്ഛൻ രണ്ടാമതും മരിച്ചിട്ടില്ല. അങ്ങനെ ഇവർ അവസാനം അവിടുന്ന് നാട് വിട്ടു പോകുന്നതൊക്കെയാണ്. മാത്രമല്ല ഈ ഒരു നാടകം ഒരുപാട് വിവാദം ഉണ്ടാക്കി. ഐറിഷ് ദേശീയവാദികളൊക്കെ നല്ല രീതിയിൽ വിവാദം ഉണ്ടാക്കിയ ഒരു നാടകമാണ്. പ്ലേ ബോയ് റയറ്റ്സ് വരെ ആ കാലത്ത് ഉണ്ടായി. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ദ ടിങ്കേഴ്സ് വെഡിങ് ഇൻ ദ ഇയർ 1908. ദെൻ ഡേഡർ ഓഫ് ദ സോറോസ് ഇൻ 1910. അടുത്തത് ജോർജ് ഓർവെൽ. അപ്പോ ഇതോടുകൂടി ഏകദേശം നമ്മൾ നമ്മുടെ എന്താ പറയാ ഒരു ഇന്റർ വാർ പീരിയഡിലെ പ്രധാനപ്പെട്ട ചില റൈറ്റേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 1930 ഏകദേശം ആ ഒരു സമയത്തുള്ള റൈറ്റേഴ്സിലേക്ക് വരാം. ആദ്യമായിട്ട് പറയാനുള്ളത് ജോർജ് ഓർവെലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എറിക് ആർതർ ബ്ലെയർ, ഇതാണ് യഥാർത്ഥ പേര്. ജോർജ് ഓർവെൽ എന്നാണ് അറിയപ്പെടുന്നത്. വർക്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യകാല വർക്സ് എല്ലാം തന്നെ ശ്രദ്ധ നേടാതെ പോയതാണ്. ബർമിസ് ഡേയ്സ് 1934 വന്ന ഒരു നോവൽ. പിന്നീട് ക്ലർജിമാൻസ് ഡോട്ടർ, ഇതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോവൽ. Then Keep the Aspidistra Flying in 1936. Then A Road to Vigampere in 1937. Animal Farm in 1945. And 1984 in 1949. ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. അതിൽ തന്നെ അറിയാലോ ആനിമൽ ഫാമും നമ്മുടെ 1984 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആനിമൽ ഫാമിലേക്ക് വരുമ്പോൾ അറിയാലോ മാനർ ഫാമിന്റെ ഓണറായ ജോൺസിനെ സ്നോബോളും നെപ്പോളിയന്റെയും ലീഡർഷിപ്പിൽ ആനിമൽസ് എല്ലാം അവിടെ പുറത്താവുന്നു. പക്ഷേ എന്ത് ആശയങ്ങൾക്ക് വേണ്ടിയാണോ അവർ അധികാരത്തിലേക്ക് വന്നത്, ഒടുവിൽ നെപ്പോളിയൻ ഒരു പവർ ഹംഗ്രി ലീഡറായി മാറുന്നു, സ്നോബോളിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അവസാനം അദ്ദേഹത്തിന്റെ കൺവീനിയൻസിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നു. അതായത് എന്ത് ആശയങ്ങൾക്ക് വേണ്ടി വന്നോ അത്തരം ആശയങ്ങൾ അയാൾ തന്നെ വഞ്ചിക്കുന്ന ഒരു അവസ്ഥ പല ഏകാധിപതികളും പണ്ട് പാസ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ചാണ് ആനിമൽ ഫാം സംസാരിക്കുന്നത്. 1984 ഇതുപോലെ ഒരു ഡിസ്റ്റോപ്പിയൻ സെറ്റപ്പിലാണ് കഥ നടക്കുന്നത്. അവിടെയാണ് നമുക്ക് ഫേമസ് ബിഗ് ബ്രദർ എന്ന ക്യാരക്ടർ വരുന്നത്. ബിഗ് ബ്രദർ ഇസ് വാച്ചിങ് യു. നമ്മുടെ വിൻസ്റ്റൺ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ മിസ്റ്റർ ചാരിങ്ടൺ, ജൂലിയ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചതിക്കപ്പെടുകയായിരുന്നു. അതായത് അദ്ദേഹത്തിന് ബിഗ് ബ്രദറിനെതിരെ വിപ്ലവം സംഘടിപ്പിക്കണമെന്നുണ്ട്. ബ്രദർഹുഡിൽ ജോയിൻ ചെയ്ത്, ഗോൾഡ്സ്റ്റെയിന്റെ ബ്രദർഹുഡിൽ ജോയിൻ ചെയ്ത് ബിഗ് ബ്രദറിനെതിരെ വിപ്ലവം സംഘടിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. ലാസ്റ്റ് അദ്ദേഹം വഞ്ചിക്കപ്പെടുന്നു. ഒടുവിൽ അവസാനം എന്താണ് അയാൾ ബിഗ് ബ്രദറിനെ സ്വീകരിക്കാൻ തുടങ്ങി, മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി എന്നത് വെച്ചിട്ടാണ് ആ നോവൽ അവസാനിക്കുന്നത്. 1984 അവസാനിക്കുന്നത്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട പോയറ്റിലേക്ക് വരാം. അത് ഡിലൻ തോമസ് ആണ്. ഒരു ന്യൂ അപ്പോക്കാലിപ്സ് പോയറ്റ്സ്. അതായത് 1940 എന്ന് പറയുന്ന ഈ ആണവ പരീക്ഷണങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ലോകം ന്യൂക്ലിയർ വെപ്പൺസ് കാരണം ഇല്ലാതാവുന്ന ഒരു ഭയം മുന്നോട്ട് വെച്ച ചില കവികളാണ് ന്യൂ അപ്പോക്കാലിപ്സ് പോയറ്റ്സ് എന്നുള്ളത് 40 ഡിലൻ തോമസിന്റെ കവിതകൾ എന്ന് പറയുന്നത് ഫേൺ ഹിൽ, പോം ഇൻ ഒക്ടോബർ, പിന്നീട് ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റും, അതുപോലെ ആൻഡ് ഡെത്ത് ഷാൽ ഹാവ് നോ ഡൊമീനിയൻ. ഇത്രയാണ് ഡിലൻ തോമസിന്റെ പ്രധാനപ്പെട്ട കവിത. അതിൽ പോം ഇൻ ഒക്ടോബർ അദ്ദേഹത്തിന്റെ 30ാം പിറന്നാളിന് അദ്ദേഹം എഴുതുന്നതാണ്. ലാർക്കിൻ, മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റ് പേര് തന്നെ അതാണ്, മൂവ്മെന്റ് പോയിട്രി. ഫിലിപ്പ് ലാർക്കിൻ, ഫാദർ ഓഫ് മൂവ്മെന്റ് പോയിട്രി എന്ന് പറയാം, അല്ലെങ്കിൽ മൂവ്മെന്റ് പോയിട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹം ഏർലി 2 നോവൽസ് എഴുതിയിട്ടുണ്ട്. ജില്ലും അതുപോലെ ഗേൾ ഇൻ വിന്റർ ആണ് അദ്ദേഹത്തിന്റെ നോവൽസ്. പിന്നെ അദ്ദേഹത്തിന് ചില കളക്ഷൻസ് പഠിക്കാം. ദ നോർത്ത് ഷിപ്പ് ഇൻ 1945, ലെസ് ഡിസീവ്ഡ് ഇൻ 1955. പക്ഷേ ഇന്ന് നമ്മൾ ഫിലിപ്പ് ലാർക്കിനെ ഓർക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കളക്ഷൻസിന്റെ പേരിലാണ്. അത് ദ വിറ്റ്സൺ വെഡിങ്സും അതുപോലെ തന്നെ ദ ഹൈ വിൻഡോസും ആണ്. ഓക്കെ, ലാർക്കിന്റെ അറിയാലോ ചർച്ച് ഗോയിങ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കവിത കൂടിയാണ്.
മറ്റ് മൂവ്മെന്റ് പോയറ്റ്സ് ആരൊക്കെയാന്ന് നോക്കാം. അത് ഡെന്നിസ് ജോസഫ് എൻറൈറ്റ്, ദെൻ ടോം ഗൺ, എലിസബത്ത് ജെന്നിങ്സ്, ഇവർ മൂന്നുപേര് ബാക്കി വരുന്ന മൂവ്മെന്റ് പോയറ്റ്സ്. അപ്പൊ മൂവ്മെന്റ് പോയറ്റ്സ് എന്ന് പറഞ്ഞാൽ 1950s ഒരു കൂട്ടം കവികളാണ്. അവർ ആന്റി റൊമാൻറ്റിക് ആണ്, എന്നാൽ ആന്റി റിയലിസ്റ്റിക്കുമാണ്. അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടെഡ് ഹ്യൂഗ്സ്. 1984 പോയറ്റ് ലോറേറ്റ് ആയ വ്യക്തി, സിൽവിയ പ്ലാത്തിന്റെ അറിയാലോ ഹസ്ബൻഡ്. പ്രധാനപ്പെട്ട കളക്ഷൻസ് ഹോക്ക് ഇൻ ദ റെയിൻ, ലൂപ്പർകാൽ, പ്രധാനപ്പെട്ട കളക്ഷൻസ് ഇവയൊക്കെയാണ്. ഇദ്ദേഹത്തെ നമ്മൾ ആനിമൽ പോയറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആനിമൽ പോയറ്റ് കാരണം ഒരു ആനിമലിസ്റ്റിക് വൈറ്റാലിറ്റി ഒക്കെ വരുന്ന ചില കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. കവിതകളുടെ പേര് തന്നെ നോക്കുമ്പോൾ അറിയാം, മൃഗങ്ങളോ പക്ഷികളുടെ ഒക്കെ ഒരു സാന്നിധ്യം കാണാം. ഏതൊക്കെയാണ്? ഹോക്ക് റൂസ്റ്റിംഗ്, പൈക്ക്, ജാഗ്വർ, ദെൻ ത്രഷസ്, ക്രോപോംസ്. ഇത്രയൊക്കെയാണ് ടെഡ് ഹ്യൂഗ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹ്യൂഗ്സ് കഴിഞ്ഞാൽ അറിയാലോ, നോബൽ ലോറേറ്റ് കൂടിയായ ശ്രീമസ് ഹീനി. നോബൽ പ്രൈസ് ലഭിച്ച വർഷം 1995 ആണ്. ഓക്കെ, പ്രധാനപ്പെട്ട ചില കവിതകൾ, അതിൽ ഡിഗ്ഗിങ്, അതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും പറ്റുവാണെങ്കിൽ വായിച്ചുകൊണ്ട് പോവുക. ഡിഗ്ഗിങ് പോലൊരു കവിത, വളരെ രസകരമായ കവിത കൂടിയാണ് ഡിഗ്ഗിങ്. ദെൻ ടോൾ ആൻഡ് മാൻ, ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ്, ദെൻ മിഡ് ടേം ബ്രേക്ക്, കാഷ്വാലിറ്റി. ഇത്രയാണ് ശ്രീമസ് ഹീനിയുടെ പ്രധാനപ്പെട്ട കവിതകൾ. ദെൻ നോയൽ കൊവാർഡ്, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചില നാടകകൃത്തുക്കളുടെ കൂടെ ഞാൻ പറയാം. നോയൽ കൊവാർഡ്, അദ്ദേഹത്തിന്റെ വർക്ക്സ് കേട്ടോളൂ. ദ ബെറ്റർ ഹാഫ് ഇൻ 1922, The Vortex in 1924, Fallen Angels 1925, Hay Fever and Private Lives in 1930. ഈ വർക്ക്സ് ഒക്കെ ഓർത്ത് വെക്കുക, നോയൽ കൊവാർഡിന്റെ. ദെൻ ഡിസൈൻ ഫോർ ലിവിങ്, പ്രസന്റ് ലാഫ്റ്റർ, ബ്ലിറ്റ് സ്പിരിറ്റ്, സ്യൂട്ട് ഇൻ 3 keys, അതൊരു ട്രിലജിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അവസാന നാടകത്തിന് പേര് സ്റ്റാർ ക്വാളിറ്റി എന്നാണ്. 1967 എഴുതപ്പെട്ടത്. ദെൻ ടെറൻസ് റാറ്റിഗൻ, അദ്ദേഹത്തിന്റെ വർക്ക്സ് ഏതൊക്കെയാന്ന് നോക്കിയോളൂ. The Winslow Boy in 1946, Browning version 1948, The Deep Blue Sea 1952, Separate Tables, A Bequest to the Nation, In Praise of Love in 1973. Then we have Christopher Fry. അദ്ദേഹം ഒരുപാട് എന്താ പറയാ, കഴിഞ്ഞ കാല സമയത്തൊക്കെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ ബേസ് ചെയ്ത്. അദ്ദേഹത്തിന്റെ വർക്ക്സ് കേട്ടോളൂ. The Tar in 1939, The Lady is Not for Burning in 1948, Venus Observed 1950, The Dark is Light Enough 1954, A Yard of Sun 1970, A Ringing of Bells in 2001. ഇത്രയാണ് ക്രിസ്റ്റഫർ ഫ്രൈയുടെ കോൺട്രിബ്യൂഷൻസ്. സോ ഒരു റൈറ്ററെ പോലും വിടാതെ എല്ലാവരെയും, അതുകൊണ്ടാണ് എല്ലാ വർക്ക്സ് മാത്രം ഞാൻ പറഞ്ഞു, എല്ലാ റൈറ്റേഴ്സിനും ഉൾപ്പെടുത്തണം, ഒരാളെ പോലും നിങ്ങൾക്ക് മിസ്സാവരുത്. ദെൻ വി ഹാവ് ജോൺ ഓസ്ബോൺ. ജോൺ ഓസ്ബോൺ എന്ന് പറയുന്നത് ആംഗ്രി യങ് മാൻ മൂവ്മെന്റ് അറിയാലോ. ആംഗ്രി യങ് മാൻ മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അത് ഒരു കൂട്ടം 1950s ഒരു കൂട്ടം ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്, എന്താ പറയാ, they were frustrated with the established socio political economic conditions of the society. അവർക്ക് തീരെ അതൃപ്തിയായിരുന്നു അന്നത്തെ സ്ഥാപിതമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ ട്രഡീഷണൽ ലിറ്ററേച്ചർ, ട്രഡീഷണൽ ലേണിംഗ്, അതിനൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരായിരുന്നു. അവർക്ക് അത്തരം കാര്യങ്ങളോട് പുച്ഛവും അത്തരം ഒരു മനോഭാവം പുലർത്തിയ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ആംഗ്രി യങ് മെൻ എന്ന് പറയുന്നത്. സോ അവരുടെ വർക്ക്സിലേക്ക് വരികയാണ്, ഓസ്ബോണിന്റെ വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ ലുക്ക് ബാക്ക് ഇൻ ആംഗർ. ദെൻ എന്റർടൈനർ ലൂതർ. ഇപ്പൊ ലൂതർ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതറിന്റെ ജീവിതകഥയെ ബേസ് ചെയ്താണ്. പിന്നീട് ലുക്ക് ബാക്ക് ഇൻ ആംഗറിലേക്ക് വരുമ്പോൾ അറിയാലോ, 3 സൺഡേ ആഫ്റ്റർനൂൺസ് ആണ് കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 സൺഡേ ആഫ്റ്റർനൂൺസ്. ഓക്കെ, സോ ആലിസൺ, ക്ലിഫ്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നീട് ഈ ആംഗ്രി യങ് മൂവ്മെന്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കോമിക് നോവലിസ്റ്റ് ആയ കിങ്സ്ലി ആംസ്. അദ്ദേഹത്തിന്റെ ലക്കി ജിം വളരെ ഫേമസ് ആണ്. 1954 അതൊരു ക്യാമ്പസ് നോവൽ എന്ന് പറയുന്ന ഒരു ജോണൽ കോഡിൽ നമുക്ക് പെടുത്താം. ക്യാമ്പസ് നോവൽ അറിയാലോ. പിന്നീട് ഓൾഡ് ഡെവിൾസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതിന് ബുക്കർ സമ്മാനം കിട്ടിയിട്ടുണ്ട് 1986 ബുക്കർ സമ്മാനം ലഭിച്ച വർക്ക് കൂടിയാണ് ദ ഓൾഡ് ഡെവിൾസ്. ഓക്കെ, ദെൻ ആർണൽഡ് വെസ്കർ, പ്രധാനപ്പെട്ട ഒരു നാടകകൃത്താണ്. അദ്ദേഹത്തിന്റെ റോണി ഖാൻ ട്രിലജി, ആ ട്രിലജിയിൽ വരുന്ന വർക്ക്സ് അതൊക്കെയെന്ന് കേട്ടോളൂ. ചിക്കൻ സൂപ്പ് വിത്ത് ബാർലി, ദെൻ റൂട്ട്സ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ജെറൂസലേം. ഇത് മൂന്നുമാണ് റോണി ഖാൻ ട്രിലജിയിൽ വരുന്നത്. പിന്നീട് ദ കിച്ചൺ എന്നൊരു നാടകം 1959 വന്നു. ദെൻ ചിപ്സ് വിത്ത് എവറിത്തിങ്, അത് 1962. ഓക്കെ,
വെസ്കറിന്റെ പ്രധാനപ്പെട്ട റോണിക്കൻ ട്രിലജി ഓർത്ത് വെക്കുക. പിന്നെ കിച്ചനും ചിപ്സ് വിത്ത് എവറിത്തിങ്. ദെൻ വി ഹാവ് സാമുവൽ ബെക്കറ്റ്. അപ്പൊ സാമുവൽ ബെക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഉറപ്പായിട്ടും അബ്സേർഡ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയണം. ഇപ്പൊ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്, മാർട്ടിൻ നെസ്ലിന്റെ വാക്കാണത്, തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. അതായത് സാർട്ടറിന്റെയും ആൽബർട്ട് കമ്യൂന്റെയും എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫിയുമായി ചേർന്ന് നിന്ന ഒരു സിദ്ധാന്തം കൂടിയാണത്. അപ്പൊ എന്താണ് ഈ അബ്സേർഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അബ്സേർഡിസം മീൻസ് അസംബന്ധ നാടകങ്ങൾ എന്നാണ്. അബ്സേർഡ് ഡ്രാമ എന്ന് പറഞ്ഞാൽ അസംബന്ധ നാടകങ്ങൾ എന്നാണ്. മീൻസ് ലൈഫ് ഇസ് മീനിങ്ലെസ്, ജീവിതത്തിന് അർത്ഥമില്ല. അതായത് നിരന്തരം, എന്താണ് ഈ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മനുഷ്യൻ നിരന്തരമായിട്ട് അവന്റെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ, ഒരു ലോജിക്ക് കണ്ടെത്താൻ ശ്രമിക്കും, പക്ഷെ അവനത് കണ്ടെത്താൻ സാധിക്കില്ല. ഇതാണ് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി. അപ്പൊ ഈ ഒരു ഫിലോസഫിയോട് യോജിച്ച ഒരു സിദ്ധാന്തമാണ് ഈ ഒരു അബ്സേർഡിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് ഈ അബ്സേർഡിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ബെക്കറ്റ്, പിൻഡർ, സ്റ്റൊപ്പാർഡ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ബെക്കറ്റിനെ കുറിച്ചൊന്ന് പറയാം. ബെക്കറ്റ് ഒരു ഐറിഷ് ബോൺ പ്ലേ റൈറ്റ്, നോവലിസ്റ്റ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് നമുക്ക് വേണമെങ്കിൽ ഈ ബെക്കറ്റിന്റെ കരിയർ തന്നെ ഗോദോയ്ക്ക്, വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്ക് മുമ്പും വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്ക് ശേഷവും നമുക്ക് വേണമെങ്കിൽ വിഭാവനം, എന്താ പറയാ, കാറ്റഗറൈസ് ചെയ്യാം. സോ ആദ്യ വർക്ക്സ് ഒക്കെ കേട്ടോളൂ. എ വോളിയം ഓഫ് വേഴ്സ്, വൊറോസ്കോപ്പ് എന്നാണ് പേര്, വൊറോസ്കോപ്പ്, എ വോളിയം ഓഫ് വേഴ്സ്. പിന്നീട് ഷോർട്ട് സ്റ്റോറീസിന്റെ ഒരു വോളിയമാണ് മോർ പ്രിക്സ് ദാൻ കിക്സ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലിന്റെ പേരാണ് മർഫി. 1938 വന്ന നോവലാണ് മർഫി. നോബൽ സമ്മാനം ലഭിച്ച വർഷം 1969. ദെൻ അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ട്രിലജിയാണ് 𝗦𝗿𝗲𝗲𝗂𝘁𝗁𝘂 ദ അൺനെയിമബിൾ, ഫ്രഞ്ച് ട്രിലജി. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നോവലിന്റെ പേരാണ് വാട്ട്, ഇംഗ്ലീഷ് നോവൽ. പിന്നീട് ഹൗ ഇറ്റ് ഇസ്, ഇത് ആന്റി നോവൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പെടുത്തുന്നത്. ഹൗ ഇറ്റ് ഇസ് ഒരു ആന്റി നോവലാണ്. 3 ഫുൾ ലെങ്ത് പ്ലേസ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 ഫുൾ ലെങ്ത് പ്ലേസ് ഏതൊക്കെയാന്ന് നോക്കിയോളൂ. ഒന്ന് വെയിറ്റിംഗ് ഫോർ ഗോദോ, ദെൻ എൻഡ് ഗെയിം, ഹാപ്പി ഡേയ്സ്. ഇതാണ് പ്രധാനപ്പെട്ട 3 ഫുൾ ലെങ്ത് പ്ലേസ്. പിന്നെ ഷോർട്ടർ പ്ലേസ് ഏതൊക്കെയാന്ന് നോക്കിയോളൂ. ക്രാബ്സ് ലാസ്റ്റ് ടേപ്പും പ്ലേയും, ഇത് രണ്ടും ഷോർട്ടർ പ്ലേസ് ആണ്. അതിൽ തന്നെ ഏറ്റവും നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ടത് വെയിറ്റിംഗ് ഫോർ ഗോദോ, എൻഡ് ഗെയിം, ക്രാബ്സ് ലാസ്റ്റ് ടേപ്പ്. ഇത് മൂന്നും തന്നെ അദ്ദേഹത്തിന്റെ ഒരു, അറിയാലോ, കോൺട്രിബ്യൂഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് വി ഹാവ് ഹരോൾഡ് പിന്റർ, തിയേറ്റർ ഓഫ് ദി അബ്സേർഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട. നമ്മൾ തിയേറ്റർ ഓഫ് ദി അബ്സേർഡുമായിട്ട് ചേർന്നാണ് ഇദ്ദേഹത്തെ പറയാറുണ്ടെങ്കിലും ശരിക്കും ആ കോമഡി ഓഫ് മെനസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡുമായിട്ടാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്യാറുള്ളത്. സോ ഹരോൾഡ് പിന്റർ നോബൽ സമ്മാനം ലഭിച്ചത് 2005. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ബർത്ത്ഡേ പാർട്ടി, ഡംബ് വെയിറ്റ്, ദ കെയർ ടേക്കർ. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. അതിൽ ബർത്ത്ഡേ പാർട്ടി അറിയാലോ, സ്റ്റാൻലി, ദെൻ മെഗ്, ലുലു, മെക്കാൻ, ഗോൾഡ്ബർഗ്, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻലി വെബറിന്റെ മെന്റൽ ബ്രേക്ക് ഡൗൺ ആണ് പ്രധാനപ്പെട്ട. ലാസ്റ്റ് മോണ്ടിയുടെ അടുത്തേക്ക് മെക്കാനും ഗോൾഡ്ബർഗും കൊണ്ടുപോകും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട നാടകൃത്താണ് എഡ്വേർഡ് ബോണ്ട്. കാരണം വയലൻസ്, നാടകങ്ങളിൽ വയലൻസിന്റെ ഉപയോഗം അധികമായതുകൊണ്ട് തന്നെ പലതരം വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എഡ്വേർഡ് ബോണ്ട്. വർക്ക്സിലേക്ക് വരുവാണെങ്കിൽ സേവ്ഡ്, ദെൻ ലിയർ, ബിങ്കോ, ബണ്ടിൽ. അതിൽ സേവ്ഡും ബണ്ടിലും ഒക്കെ നല്ല വിവാദമായതാണ്. ലിയർ ആ പേര് സൂചിപ്പിക്കും പോലെ കിങ് ലിയറിനെ ബേസ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ. ദെൻ ടോം സ്റ്റൊപ്പാർഡ്, മറ്റൊരു അബ്സർഡിസ്റ്റ് പ്ലേ റൈറ്റ്. അദ്ദേഹത്തിന്റെ എ വാക്ക് ഓൺ ദ വാട്ടർ, അതുപോലെ തന്നെ റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ ആർ ഡെഡ്, ഹാംലെറ്റിലെ മൈനർ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത് അവരുടെ വീക്ഷണത്തിലൂടെ ഹാംലെറ്റിന്റെ കഥ പറയുന്നു. പിന്നീട് ദ റിയൽ ഇൻസ്പെക്ടർ ഹൗണ്ട് ഇൻ 1968. ദെൻ ഇഫ് യു ആർ ഗ്ലാഡ് ഐ വിൽ ബി ഫ്രാങ്ക് ഇൻ 1969. ജംപേഴ്സ്, ട്രാവസ്റ്റീസ്, ഇത്രയാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്. സോ അടുത്ത കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ്, എഡ്ഫിൽ ലേണിംഗ് ഓൾറെഡി UGC നെറ്റ് ഇംഗ്ലീഷിന്റെ കോഴ്സസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ വരാൻ പോകുന്ന ഡിസംബർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ടുള്ള ക്രാഷ് കോഴ്സസും, അതുപോലെ തന്നെ അടുത്ത ജൂണിലേക്ക് വരുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ടുള്ള ലോങ് ടേം ബാച്ചസും രണ്ടും അവൈലബിൾ ആണ്. സോ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസ് കവേർഡ് റെക്കോർഡഡ് സെഷൻസ് ആണ്. ഇതുപോലുള്ള സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്, വീഡിയോ ലെക്ചേഴ്സ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് പുറമെ നിങ്ങൾ പഠിച്ച്, അറിയാലോ, നിങ്ങൾക്ക് പീരിയോഡിക്കലായിട്ട് നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് കൺസേൺസ് ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന എക്സ്ട്രാ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം പോപ്പ് അപ്പ് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്,
ഇപ്പോൾ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പോർഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ നിങ്ങളുടെ ഒരു ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ പോപ്പപ്പ് ടെസ്റ്റുകൾ. അതായത് ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 5-6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ അത്ര ഒരു സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അത്തരം പോപ്പപ്പ് ടെസ്റ്റ് പോലുള്ള ഫെസിലിറ്റേഷൻസ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ദെൻ Q&A സെഷൻസ് കൃത്യമായിട്ട് എപ്പോഴും നിങ്ങളുടെ എന്താ പറയുക ഇതൊക്കെ മെമ്മറൈസ് ചെയ്ത് വെക്കണം. ഒരുപാട് ഡേറ്റയൊക്കെ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാവുള്ളൂ. അപ്പം അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ്. എക്സാം ഓറിയന്റഡ് ടിപ്സ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ 10-12 നൂറ്റാണ്ടിന്റെ സാഹിത്യം നമ്മൾ പഠിക്കുന്നു, അനവധി എഴുത്തുകാർ, അനവധി വർക്ക്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തലയിൽ കുത്തിക്കയറ്റി വെക്കാൻ പറ്റുമോ? ഹ്യൂമൻലി തന്നെ അത് പോസിബിൾ അല്ല. സോ അതിനു വേണ്ടിയുള്ള നല്ല കോഡുകൾ വെച്ച് എങ്ങനെ പഠിക്കാം, ഇതുമായി ബന്ധപ്പെട്ട ടിപ്സുകൾ എന്തൊക്കെയാണ്, ടൈം മാനേജ്മെന്റ് എന്തൊക്കെ ചെയ്യാം, അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ആ പാറ്റേൺ മനസ്സിലാവാൻ വേണ്ടി, ആ പാറ്റേൺ ഏത് പാറ്റേൺ അനുസരിച്ച് പഠിച്ചു പോകണം, എങ്ങനെ നിങ്ങൾ ആ പരീക്ഷ നിങ്ങൾ സമീപിക്കണം, ആ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി PYQ അനാലിസിസ് ഉണ്ടാവും. ഒപ്പം ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഫാക്കൽറ്റി ആയിട്ട് മെന്റേഴ്സുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താഴെ കാണും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഡിസ്ക്രിപ്ഷനും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം. ഇത് നെറ്റുമായി ബന്ധപ്പെട്ട പെട്ടെന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ദെൻ അടുത്ത പ്രധാനപ്പെട്ട പ്ലേ റൈറ്റ് കാരൽ ചർച്ചിൽ. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? കാരണം ഞാൻ അങ്ങനെ കമന്റ് ഒന്നും അങ്ങനെ വായിച്ചിട്ടില്ലായിരുന്നു. സോ എല്ലാ ദിവസത്തെയും പോലെ പീരിയോഡിക്കലായിട്ട് വായിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത്തിരി സമയമെടുത്ത് ഒരു മനുഷ്യ ചോദിച്ചിട്ടുണ്ട്, ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെബിനാർ ചെയ്യുമോ? യെസ്, പ്രീവിയസ് ഇയർ. കാരണം ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മൾ വെബിനാർ സീരീസിൽ ഉൾപ്പെടെ ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് പ്ലാനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും റൈറ്റേഴ്സിനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സമയപരിധി ഉണ്ടല്ലോ, അത് കാരണമാണ്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളുടെ ആവശ്യപ്രകാരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട സെഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഞങ്ങൾ അത് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ ഒരു കമന്റ് പോലും എന്താ പറയുക കേട്ട് നമ്മളത് തള്ളിക്കളയുന്നതല്ല, ഉറപ്പായിട്ടും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും പറയാണ്, ഇംഗ്ലീഷ് സാഹിത്യം നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള, അതിനുവേണ്ടി ഒരിക്കലും അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരത്തില്ല ഒരിക്കലും. മനസ്സിലാക്കേണ്ടത് ഇപ്പം 2020 ചോദിച്ച ഒരു ചോദ്യവും 2021 2022 ചോദിക്കാൻ പോകുന്നില്ല. കാരണം കടൽ പോലെ നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ കിടക്കുകയാണ്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പാറ്റേൺ മനസ്സിലാവാൻ, എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ ഇതുപോലെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി. താങ്ക് യു. ഓക്കെ, കാരൽ ചർച്ചിലേക്ക് വരാം. കാരൽ ചർച്ചിൽ, ഡൗൺ സ്റ്റെയേഴ്സ്, യു ഹാവ് നോ നീഡ് ടു ബി ഫ്രൈറ്റൻഡ്, ഹാവിങ് എ വണ്ടർഫുൾ ടൈം, ഓണേഴ്സ്, ക്ലൗഡ് 9. ഇത്രയാണ് പ്രധാനപ്പെട്ട വർക്ക്സ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ടോപ്പ് ഗേൾസ് ആണ്. ഒരു ഓൾ ഫീമെയിൽ കാസ്റ്റ് ഉള്ള ഒരു നാടകമാണ് ടോപ്പ് ഗേൾസ്. പിന്നീട് എ മൗത്ത് ഫുൾ ഓഫ് ബേർഡ്സ്, സീരിയസ് മണി. ദെൻ വി ഹാവ് ഡേവിഡ് ഹെയർ. കമ്പാരിറ്റീവ്ലി ഒരു മൈനർ റൈറ്റർ ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്നാലും സ്ലാഗ്, നക്കിൾ, ഫാൻഷൻ, പ്ലെന്റി, എ മാപ്പ് ഓഫ് ദ വേൾഡ്, ഇത്രയും വർക്ക്സ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വില്യം ഗോൾഡിംഗ്, ഒരു പോസ്റ്റ് വാർ സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ആണ്. കാരണം നോവൽ കിട്ടിയിട്ടുണ്ട്, ബുക്കറും കിട്ടിയിട്ടുണ്ട്. അറിയാലോ, നോബൽ പ്രൈസ് കിട്ടിയ വർഷം 1983. അദ്ദേഹത്തിന്റെ വർക്ക്സ് ഇൻഹെറിറ്റേഴ്സ്, പിഞ്ചർ മാർട്ടിൻ, ഫ്രീ ഫോൾ, ദ സ്പയർ, ഈ വർഷങ്ങൾ സഹിതം അത് ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. ദെൻ പിരമിഡ്, സ്കോർപിയൻ ഗോഡ്, ഡാർക്ക്നെസ് വിസിബിൾ, നമ്മളെ പാരഡൈസ് ലോസ്റ്റ് ചെയ്യുന്ന വാക്കാണ് ഡാർക്ക്നെസ് വിസിബിൾ. പിന്നീട് ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത് ഒരു ട്രിലജി ഉണ്ട്, സി ട്രിലജി എന്ന് പറയും. ആ ട്രിലജിയിൽ വരുന്നത് ഒന്ന് റൈറ്റ്സ് ഓഫ് ദ പാസേജ്, ക്ലോസ് ക്വാർട്ടേഴ്സ്, ഫയർ ഡൗൺ ബിലോ. ഇത്രയാണ് അദ്ദേഹത്തിന്റെ. അതിൽ റൈറ്റ്സ് ഓഫ് ദ പാസേജിന് ബുക്കറും കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് അറിയാലോ, ലോർഡ് ഓഫ് ദ ഫ്ലൈസ്. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്. സൈമൺ, പിഗ്ഗി, അങ്ങനെ റാൽഫ്, ഒരുപാട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. പിന്നെ ആ ട്രിലജിയും ഓർത്ത് വെച്ചേക്കുക. ദെൻ വി ഹാവ് ആന്റണി ബർജസ്. ആന്റണി ബർജസിന്റെ മലയൻ ട്രിലജിയാണ് അറിഞ്ഞിരിക്കുന്നത്, മലയൻ ട്രിലജി. അത് പിന്നീട് ഒറ്റ വോളിയം ആയിട്ട് വന്നിട്ടുണ്ട്. ദ ലോങ് ഡേ വെയിൻസ് എന്നാണ് ആ വോളിയത്തിന്റെ പേര്. ലോങ് ഡേ വെയിൻസ് എവിടുന്നായി വാക്ക് വന്നത്? ലോങ് ഡേ വെയിൻസ്. ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു. യുലീസസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. യുലീസസിൽ അവര് യാത്ര തിരിക്കാൻ പോകുമ്പോൾ ആ രാത്രി ഒരു സമയത്തെ വർണ്ണിക്കാനായിട്ട് ടെന്നീസ് ഉപയോഗിച്ചിരിക്കുന്ന വരികളാണ് ദ ലോങ് ഡേ വെയിൻസ്. ദെൻ എ ക്ലോക്ക് വർക്ക് ഓറഞ്ച്, അറിയാലോ, സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡെവിൾ ഓഫ് എ സ്റ്റേറ്റ് ഇൻ 1961.
നെക്സ്റ്റ് മുറിയൽ സ്പാർക്ക്, സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട റൈറ്റിംഗ്സ് ദ കംഫർട്ടേഴ്സ് 1957, ദെൻ റോബിൻസൺ, അതുപോലെ തന്നെ കരിക്കുലം വീറ്റ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓട്ടോബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫിക്കലാണ് വർക്ക്. Then Memento Mori in 1959. The Ballad of Peckham Rye in 1960. The Prime of Miss Jean Brood, ഇതാണ് ഏറ്റവും ഫേമസ് വർക്ക്, മുറിയൽ സ്പാർക്കിന്റെ ഏറ്റവും ഫേമസ് വർക്ക് ഇതാണ്. Then Girls of Slender Means in 1963. The Mandelbaum Gate in 1965. അടുത്തത് ഐറിസ് മുർഡോക്കിന്റെ ഫസ്റ്റ് നോവൽ അണ്ടർ ദ നെറ്റ്, ഓർത്തു വെച്ചേക്കുക, 1954 വന്ന നോവലാണ്. അതിനുശേഷം ദ ബെൽ 1958, സിവിയർഡ് ഹേർഡ് 1961, പിന്നീട് ഗോത്തിക് എലമെന്റ്സ് ഉള്ള നോവൽ യൂണിക്കോൺ 1963, ദ ബ്ലാക്ക് പ്രിൻസ് 1973, പിന്നെ ബുക്കർ കിട്ടിയ ദ സീ 1978 ബുക്കർ സമ്മാനം ഈ നോവൽ കരസ്ഥമാക്കുന്നത്. ദെൻ ഡോറിസ് ലെസ്സിംഗ് അനവധി വർക്ക്സ് ഉണ്ട് പറയാൻ, പക്ഷെ എന്നാലും നല്ല രീതിയിൽ ഓർത്തിരിക്കേണ്ടത് ദ ഗോൾഡൻ നോട്ട്ബുക്ക് ആണ്, 1967 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ദെൻ ജോൺ ഫൗൾസിന്റെ ദ കളക്ടർ, ദ മാഗസ്, അത് രണ്ടും ഓർത്ത് വെക്കുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഏതാണെന്ന് അറിയാലോ, ദ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ 1969. ഇത് സിനിമയായപ്പോൾ ഇതിന് തിരക്കഥ എഴുതിയത് ഹാരോൾഡ് പിന്റർ ആയിരുന്നു കേട്ടോ. പിന്നീട് ദ എബനി ടാർ, എ മാഗറ്റ്, വർഷങ്ങളും ആ പ്രധാനപ്പെട്ട വർക്ക്സ്. അതിൽ ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ദെൻ ഫെയ് വെൽഡൺ ഒരു ഫെമിനിസ്റ്റ് നോവലിസ്റ്റ് ആണ്, എസ്സൈസ്റ്റ് ആണ്. പ്രധാനപ്പെട്ട വർക്ക്സിലേക്ക് വരുവാണെങ്കിൽ ദ ഫാറ്റ് വുമൻസ് ജോക്ക് ഇൻ 1967, ലെറ്റേഴ്സ് ടു ആലിസ്, അതിനുശേഷം ദ ഹാർട്ട് ഓഫ് ദ കൺട്രി 1988, ഗ്രോയിങ് റിച്ച് ഇൻ 1992, ദെൻ ദ ബൾഗറി കണക്ഷൻ ഇൻ 2001. അതിൽ തന്നെ ലെറ്റേഴ്സ് ടു ആലിസ് എന്ന് ഓർത്ത് വെച്ചേക്കണേ, ഓൺ ഫസ്റ്റ് റീഡിംഗ് ജെയിൻ ഓസ്റ്റൻ. ഓക്കെ, ദെൻ വി ഹാവ് ഡേവിഡ് ലോഡ്ജിന്റെ പ്രധാന വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ ദ പിക്ചർ ഗോവേഴ്സ് 1960, ദെൻ ജിഞ്ചർ യു ആർ ബാമി, ദെൻ ഔട്ട് ഓഫ് ദ ഷെൽട്ടർ ഇൻ 1970, ഹൗ ഫാർ ക്യാൻ യു ഗോ ഇൻ 1980, പാരഡൈസ് ന്യൂസ് 1991. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ പോലെയല്ല, കാരണം ഇവിടെ ഒരുപാട് വർക്ക്സും വർഷങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ പോവുകയാണ്. കാരണം അതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. 20th സെഞ്ചുറി തൊട്ട് ഇങ്ങ് പോസ്റ്റ് വാർ വരെ വരുമ്പോൾ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്, മനസ്സിലാവും. അതുകൊണ്ട് എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. ദെൻ തെറാപ്പി 95, ഓദർ ഇൻ 2004, എ മാൻ ഓഫ് പാർട്സ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, എ മാൻ ഓഫ് പാർട്സ് എന്ന് പറയുന്നത് H.G. വെൽസിന്റെ ജീവിതത്തെ ബേസ് ചെയ്ത് എഴുതപ്പെട്ടതാണ്. എ മാൻ ഓഫ് പാർട്സ്. J.G. Ballard, best known for the war novel Empire of the Sun. ഇത് സ്റ്റീവൻ സ്പീൽബർഗ് 1987 ഒരു സിനിമയാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ആ സിനിമയുടെ പേര്. പിന്നീട് ദ വിൻഡ് ഫ്രം നോവെയർ, അത് 1961, ദ ഡ്രൗണ്ട് വേൾഡ് 1962. ഓക്കെ, അതിനുശേഷം ദ ക്രിസ്റ്റൽ വേൾഡ് 1966, ക്രാഷ് ഇൻ 1973 ആൻഡ് ഹലോ അമേരിക്ക ഇൻ 1981. A.S. Byatt അറിയാലോ, A.S. Byattന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. ദ പൊസഷൻ പൊസഷൻ എ റൊമാൻസ്. ഇത് ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്, 90 ബുക്കർ കിട്ടിയ നോവലാണ്. അത് മാത്രമാണോ പ്രാധാന്യം? അല്ല. റെസ്പോൺസ് ടു ജോൺ ഫൗൾസിന്റെ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട ഫൗൾസിന്റെ വർക്ക് ഫ്രഞ്ച് ലെഫ്റ്റനൻസ് വുമൺ ആണ്. അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് പൊസഷൻ എ റൊമാൻസിനെ നമ്മൾ കാണുന്നത്. ഇറ്റ് വാസ് എ റെസ്പോൺസ് ടു ഫൗൾസ് French Lieutenant woman. Then Angels and Insects in 1992. Then The Biographer's Tale 2000. A Whistling Woman 2002. The Children's Book 2009. അടുത്തത് മാർഗരറ്റ് ഡ്രാബിളിന്റെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. എ സമ്മർ ബേർഡ് കേജ് 1963, ദ മിൽസ്റ്റോൺ 1965, ജെറൂസലം ദ ഗോൾഡൻ 1967, ദ നീഡിൽസ് ഐ ഇൻ 1972, ദ റെലംസ് ഓഫ് ഗോൾഡ്, ദ ഐസ് ഏജ്. ഇത്രയാണ് മാർഗരറ്റ് ഡ്രാബിളിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. പിന്നെ ഒരു ട്രിലജി കൂടിയുണ്ട്, അത് ഓർത്ത് വെക്കേണ്ടത്. ആ ട്രിലജിയിൽ ആദ്യം വരുന്നത് ദ റേഡിയന്റ് വേ, 2 എ നാച്ചുറൽ ക്യൂരിയോസിറ്റി, 3 ദ ഗേറ്റ്സ് ഓഫ് ഐവറി. ഇത്രയാണ് ആ ട്രിലജിയിൽ വരുന്നത്.
അടുത്തത് ആഞ്ചല കാർട്ടർ. കാരണം 20th സെഞ്ചുറിയുടെ അവസാന ഭാഗം, ഒരു 1960s ശേഷം മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ട്രെൻഡ് നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാജിക്കൽ റിയലിസം നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരു റൈറ്റർ കൂടിയാണ്. വർക്ക്സിൽ നല്ലപോലെ എംപ്ലോയ് ചെയ്തുപോലെ ആ ഫെമിനിസ്റ്റ് വർക്ക്സും ആണ്, എന്നാൽ അതിൽ മാജിക്കൽ റിയലിസവും കലർത്തിയ വ്യക്തിയാണ് ആഞ്ചല കാർട്ടർ. ആദ്യമായിട്ട് പറയാനുള്ളത് ബ്രിസ്റ്റോൾ ട്രിലജി. ആ ബ്രിസ്റ്റോൾ ട്രിലജിയിൽ ഏതൊക്കെയാണ് വർക്ക്സ് വരുന്നത്? ഷാഡോ ഡാൻസ്, സെവറൽ പെർസെപ്ഷൻസ്, ലവ്. ഇത് മൂന്നുമാണ് ബ്രിസ്റ്റോൾ ട്രിലജി. അത് കഴിഞ്ഞാൽ ദ മാജിക് ടോയ് ഷോപ്പ് ഫേമസ് ആണ്. ദെൻ ഹീറോസ് ആൻഡ് വില്ലൻസ്. അതോടൊപ്പം ദ ഇൻഫേർണൽ ഡിസയർ മെഷീൻസ് ഓഫ് ഡോക്ടർ ഹോഫ്മാൻ, പാഷൻ ഓഫ് ന്യൂ ഈവ്, വൈസ് ചിൽഡ്രൻ. പക്ഷെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് നൈറ്റ്സ് അറ്റ് ദ സർക്കസ് ആണ്. 1984 വന്ന നൈറ്റ്സ് അറ്റ് ദ സർക്കസ് ആഞ്ചല കാർട്ടറിന്റെ ഏറ്റവും ഫേമസ് വർക്ക് ആണ്. നെക്സ്റ്റ് വി ഹാവ് ജൂലിയൻ ബാൺസ്, മറ്റൊരു ഫേമസ് റൈറ്റർ ആണ്. ഫ്ലോബേർഡ്സ് പാരറ്റ് ഇൻ 1984, ഇംഗ്ലണ്ട് ഇൻ 1998, ആർതർ ആൻഡ് ജോർജ് 2005. മാത്രമല്ല ബുക്കർ സമ്മാനം കിട്ടിയതിനാണ്. 2011 ബുക്കർ കിട്ടിയ വ്യക്തിയാണ്. ഏത് വർക്കിനാണ്? ദ സെൻസ് ഓഫ് ആൻ എൻഡിങ് ഇൻ 2011. ഇതിന് ബുക്കർ സമ്മാനം കിട്ടിയിട്ടുണ്ട് ജൂലിയൻ ബാൺസിന്. പിന്നീട് ആർതർ ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു വർക്ക് 2005 വന്നു, ആർതർ ആൻഡ് ജോർജ്. ദെൻ ഇയാൻ മക്യുവൻ, ഒരു 2017 തൊട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. 2016-17 തൊട്ട് ഒരു 20 വരെ സ്ഥിരമായി എപ്പോഴും കയറി വരാനുള്ള ഒരു ചോദ്യമാണ് ഇയാൻ മക്യുവൻ. അത്രത്തോളം ഫേമസ് ആയ നോവലിസ്റ്റ് ആണ്. ബുക്കർ ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നോവലിസ്റ്റ് ആൻഡ് സ്ക്രീൻ റൈറ്റർ, തിരക്കഥാകൃത്ത് കൂടിയാണ്. അറ്റോൺമെന്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അത് സിനിമയായിട്ടുണ്ട്. ഓസ്കാർ ഒക്കെ കിട്ടുന്ന രീതിയിൽ സിനിമയായിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ് അറ്റോൺമെന്റ്. പിന്നീട് ദ സിമൻ ഗാർഡൻ 1978, ദ കംഫർട്ട് ഓഫ് സ്ട്രേഞ്ചർ 1981, ദ ചൈൽഡ് ഇൻ ടൈം 1987. തീരുന്നില്ല, വേറെയുണ്ട് വർക്ക്സ്. ദ ഇന്നസെന്റ് ഇൻ 1990, ബ്ലാക്ക് ഡോഗ്സ് ഇൻ 92, എൻഡ്യൂറിംഗ് ലവ്, ആംസ്റ്റർഡാം, അറ്റോൺമെന്റ് ഓൾറെഡി പറഞ്ഞു. പിന്നീട് സാറ്റർഡേ ഏകദേശം സാറ്റർഡേ ബേസ് ചെയ്ത് എപ്പോഴും 1-2 തവണയൊക്കെ നെറ്റിന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം നടക്കുന്ന കഥയാണ്, ഒരു ശനിയാഴ്ച ഒരു ന്യൂറോ സർജന്റെ ജീവിതത്തിൽ നടക്കുന്ന കഥയാണ് സാറ്റർഡേ. പിന്നെ സോളാർ, ദെൻ സ്വീറ്റ് ടൂത്ത് 2012. ഓക്കെ, മാർട്ടിൻ ആംസ്, പ്രധാനപ്പെട്ട വർക്ക്സ് കേട്ടോളൂ. ദ റേച്ചൽ പേപ്പേഴ്സ്, ഡെഡ് ബേബീസ്, മണി, എ സൂയിസൈഡ് നോട്ട് ആൻഡ് ലണ്ടൻ ഫീൽഡ്സ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഇതൊക്കെയാണ് മാർട്ടിൻ ആംസിന്റെ. കാരണം ഞാൻ ഈ പറയുന്ന റൈറ്റേഴ്സ് എല്ലാം തന്നെ അനവധി വർക്ക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഇവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വർക്ക്സിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ദെൻ ടൈംസ് ആരോ, ദ ഇൻഫർമേഷൻ ഇൻ 95, നൈറ്റ് ട്രെയിൻ ഇൻ 97, യെല്ലോ ഡോഗ് ഇൻ 2003, ദ പ്രഗ്നന്റ് വിഡോ ഇൻ 2010. പീറ്റർ ആക്രോയിഡ്, അദ്ദേഹത്തിന് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ 1982 വന്നത്. അതിനുശേഷം ദ ലാസ്റ്റ് ടെസ്റ്റമെന്റ് ഓഫ് ഓസ്കാർ വൈൽഡ്, അത് ഫേമസ് ആണ്. ദ ലാസ്റ്റ് ടെസ്റ്റമെന്റ് ഓഫ് ഓസ്കാർ വൈൽഡ് ഇൻ 1983. ദെൻ ഹോക്സ്മൂർ 1985. ഓക്കെ, നമ്മൾ ഈ കോണ്ടംപററി റൈറ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് പലരെയും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലെ. അതാണ് ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടി നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ദെൻ വി ഹാവ് ചാറ്റർട്ടൺ ഇൻ 1987, ഹൗസ് ഓഫ് ഡോക്ടർ ഡി 1993. പിന്നെ കാൻഡബറി ടെയിൽസ് റീടെല്ലിംഗ്, ഓർത്തു വെക്കുക, കാൻഡബറി ടെയിൽസിന്റെ റീടെല്ലിംഗ് ഇൻ 2009. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. ദെൻ ഗ്രഹാം സ്വിഫ്റ്റ്, പ്രധാന വർക്ക്സ് ലാസ്റ്റ് ഓർഡേഴ്സ്. എന്തുകൊണ്ട്? 96 ബുക്കർ കിട്ടിയ നോവലാണ് ലാസ്റ്റ് ഓർഡേഴ്സ്. അതിനു പുറമെ ദ സ്വീറ്റ് ഷോപ്പ് ഓണർ, ഷട്ടിൽ കോക്ക്, വാട്ടർലാൻഡ്, ടുമോറോ. ഇത്രയാണ് ഫേമസ് വർക്ക്സ് ഗ്രഹാം സ്വിഫ്റ്റിന്റെ. ദെൻ ഹിലരി മാന്റൽ, അറിയാലോ ഹിലരി മാന്റലിന്റെ ഒലിവർ ക്രോംവെൽ ട്രിലജി തന്നെയുണ്ട്. ആ ട്രിലജിയിൽ തന്നെ 2 നോവലുകൾക്ക് ബുക്കർ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഈ 2 ബുക്കർ കിട്ടിയിട്ടുള്ള അപൂർവ ആൾക്കാരേ ഉള്ളൂ, 4-5 ആൾക്കാരേ ഉള്ളൂ. ട്വൈസ് ബുക്കർ പ്രൈസ് വിന്നർ. ആദ്യ ബുക്കർ സമ്മാനം കിട്ടിയത് വുൾഫ് ഹോളിനാണ് 2009. ആൻ ബോളിനൊക്കെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ബുക്കർ കിട്ടിയ അതേ ട്രിലജിയിലെ 2ാമത്തെ നോവലായ ബ്രിങ് അപ്പ് ദ ബോഡീസ്, തോമസ് ക്രോംവെൽ ട്രിലജിയാണ്, ഒളിവർ ക്രോംവെൽ അല്ല, സോറി, തോമസ് ക്രോംവെൽ ട്രിലജിയിലെ 1ാമത്തെ നോവലിനും 2ാമത്തെ നോവലും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. 2നും ബുക്കർ കിട്ടി. പിന്നീട് വേക്കന്റ് പൊസഷൻസ്, അത് എവറി ഡേ ഈസ് മദേഴ്സ് ഡേ എന്ന നോവലിന്റെ സീക്വൽ ആയിരുന്നു. പിന്നീട് ബിയോണ്ട് ബ്ലാക്ക് 2005. പിന്നീട് ഫ്ലഡ് എന്ന് പറയുന്ന ഒരു നോവൽ 1989.
എ പ്ലേസ് ഓഫ് ഗ്രേറ്റർ സേഫ്റ്റി 92, ആൻ എക്സ്പെരിമെന്റ് ഇൻ ലവ് 1995. ഓക്കെ, ദെൻ സാം സെൽവോൺ. ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക, ഡയസ്പോറിക് റൈറ്റേഴ്സിലേക്ക് വരാം. സാം സെൽവോൺ, എ ബ്രൈറ്റർ സൺ 1952, ദ ലോൺലി ലണ്ടനേഴ്സ് in 1956, Ways of Sunlight in 1957, Turn Again Tiger 1959, then Those Who Heed the Cascadura in 1972. So ഇദ്ദേഹം ഒരു ഫേമസ് ഡയസ്പോറിക് റൈറ്റർ ആണ്. ഓക്കെ, then Moses Ascending, Moses Migrating, El Dorado West 1, പിന്നീട് ഹൈവേ ഇൻ ദ സൺ ആൻഡ് അതർ പ്ലേസ്. ഇത്രയാണ് സാം സെൽവോണിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ്. ഉറപ്പായിട്ടും സാം സെൽവോൺ എന്നൊക്കെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഡയസ്പോറിക് റൈറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്ന ഒരു സമയമാണ്. VS നൈപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഫേമസ് ആണ്, ഇത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്? നോബലും കിട്ടിയിട്ടുണ്ട്, ഓസ്കാറും കിട്ടിയിട്ടുണ്ട്. അറിയാലോ, ട്രിനിഡാഡ് ടൊബാഗോ ആണ് പല കഥകളുടെയും സെറ്റിംഗ് എന്ന് പറയുന്നത്. ബുക്കർ ഇൻ എ ഫ്രീ സ്റ്റേറ്റ് എന്ന നോവലിന് 71-ലും നോബൽ 2001-ലും ലഭിച്ച വ്യക്തിയാണ് VS നൈപ്പോൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് മിസ്റ്റിക് മാസിയർ, ഒരു പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു പൊളിറ്റീഷ്യനായി മാറുന്ന ഒരാളുടെ കഥ. സഫ്രജ് ഓഫ് എൽവിറ, എലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കഥ. മിഗ്വൽ സ്ട്രീറ്റ് 1959, എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ട് എല്ലാവരും പറയാറുള്ള വർക്കാണ് എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്. മോഹൻ ബിസ്വാസ് എന്നാണ് കഥാനായകന്റെ പേര്. Then A Flag on the Island in 1967, In a Free State, ഇതിനാണ് ബുക്കർ കിട്ടിയത്. ഗറില്ലാസ് ഒരു പ്രണയകഥയാണ്. പെൻഡ് ഇൻ ദ റിവർ, അതിൽ സലീം എന്ന് പറയുന്ന ഒരു മുസ്ലിം ക്യാരക്ടറിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. എനിഗ്മ ഓഫ് അറൈവൽ, പിന്നീട് ഹാഫ് എ ലൈഫ്. ശ്രദ്ധിക്കേണ്ടത്, ഹാഫ് എ ലൈഫിന്റെ സീക്വൽ ആണ് മാജിക് സീഡ്സ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഇന്ത്യ ട്രിലജി ഉണ്ട്, ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ്. ഇതിൽ ഇന്ത്യയെ കുറിച്ച് ചെറിയ മോശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് അതിന്റെ രണ്ടാം ഭാഗം ഇന്ത്യ എ വൂണ്ടഡ് സിവിലൈസേഷൻ. മൂന്നാമത്തെ ഭാഗമായ ഇന്ത്യ എ മില്യൺ മ്യൂട്ടനീസിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് ഇവിടെ ഇന്ത്യയെ കുറിച്ചുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്വന്തം സൽമാൻ റഷ്ദി, ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് ആണ്. അറിയാൽ എപ്പോഴും ഒരു വിവാദ പുരുഷനാണ്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് വലിയ അപകടമൊക്കെ സംഭവിച്ചല്ലോ, കുത്തേൽക്കുകയൊക്കെ ചെയ്തു. ഗ്രിമസ് ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവൽ, ആദ്യ നോവലാണ് ഗ്രിമസ്. ഫ്ലാപ്പിംഗ് ഈഗിൾ അറിയാലോ, ഫേമസ് ക്യാരക്ടർ ഫ്ലാപ്പിംഗ് ഈഗിൾ അവിടെയാണ് വരുന്നത്. പിന്നെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ 1980, അതിന് ബുക്കർ സമ്മാനം കിട്ടുന്നത് 81. ബുക്കർ 93-ലും 2008-ലും കരസ്ഥമാക്കിയ നോവലാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ. സലീം സിനായി, ശിവ, പാർവതി, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ ഷെയ്ം 1983, സൈറ്റനിക് വേഴ്സസ് അറിയാലോ, അന്ന് ഫത്വ പുറപ്പെടുവിച്ചു 1989 ഫെബ്രുവരി 14-ന്. അന്നത്തെ ഇറാനിയൻ സുപ്രീം ലീഡർ അയത്തുള്ള കൊമൈനി അദ്ദേഹത്തെ കൊല്ലണമെന്ന് പറഞ്ഞൊരു ഫത്വ വരെ പുറപ്പെടുവിച്ചിരുന്നു. 2 മുസ്ലിം ആക്ടേഴ്സിന്റെ കഥയാണ് പറയുന്നത്. ദെൻ മൂർസ് ലാസ്റ്റ് സൈ 1995. ഏകദേശം കഥ നടക്കുന്നത് എനിക്ക് തോന്നുന്നു മൂർസ് ലാസ്റ്റ് സൈയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലൊക്കെ കഥാ പശ്ചാത്തലം വരുന്നുണ്ട്. ദ ഗ്രൗണ്ട് ബിനീത്ത് ഹെർ ഫീറ്റ് 1999, ദെൻ ഫ്യൂരി ഇൻ 2001, ദെൻ ഷാലിമാർ ദ ക്ലൗൺ 2005, പിന്നീട് എൻചാൻഡ്രസ് ഓഫ് ഫ്ലോറൻസ് ഇൻ 2008. മാജിക്കൽ റിയലിസവുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ്സ് ആണ് കൂടുതലും റഷ്ദിയുടേത്. ദെൻ ടിമോത്തിമോ ഒരു ആംഗ്ലോ ചൈനീസ് നോവലിസ്റ്റ് ആണ്. പിന്നീട് ദ മങ്കി കിങ് 1978, ഇൻസുലാർ പൊസഷൻ 86, ദ റിഡൻഡൻസി ഓഫ് കറേജ് 91, ബ്രൗൺ ഔട്ട് ഓർ ബ്രെഡ് ഫ്രൂട്ട് ബോൾവാർഡ് 1995, റെനഗേഡ് ഓർ ഹാലോ 2 2000, പിന്നീട് പ്യൂർ എന്നൊരു നോവൽ 2012. സോ ടിമോത്തി ഒരു ആംഗ്ലോ ചൈനീസ് ആയതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക, ആംഗ്ലോ ചൈനീസ് നോവലിസ്റ്റ് ആണ്. ദെൻ ഹനീഫ് ഖുറേഷി അറിയാലോ, ബുദ്ധ ഓഫ് സബർബിയ ആണ് ഏറ്റവും ഫേമസ് വർക്ക് 1990. എനിക്കൊന്ന് സിനിമയായിട്ട് അത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ദെൻ ഇന്റിമസി 98, ദെൻ ഗബ്രിയേൽസ് ഗിഫ്റ്റ് 2001. ദെൻ പിന്നെ ബോഡി എന്ന് പറയുന്ന ഒരു വർക്ക് 2003-ലുണ്ട്. സംതിങ് ടു ടെൽ യു, പിന്നീട് ലാസ്റ്റ് വേർഡ് 2014. ഓക്കെ, ദെൻ കാരൽ ഫിലിപ്സ് വളരെ ഫേമസ് റൈറ്റർ ആണ്. പ്രധാനപ്പെട്ട വർക്ക്സിന്റെ പേര് കേട്ടോളൂ: ദ ഫൈനൽ പാസേജ്, എ സ്റ്റേറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്, ക്രോസിംഗ് ദ റിവർ, ദ നേച്ചർ ഓഫ് ബ്ലഡ്, ഡാൻസിങ് ഇൻ ദ ഡാർക്ക്, ഫോറിനേഴ്സ്, ഇൻ ദ ഫോളിംഗ് സ്നോ. ഇത്രയാണ് പ്രധാനപ്പെട്ട വർക്ക്സ് കാരൽ ഫിലിപ്സിന്റെ. ദെൻ മോണിക്കാലിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബംഗ്ലാദേശി റൈറ്റർ ആണ്, ബംഗ്ലാദേശി ബോൺ ബ്രിട്ടീഷ് റൈറ്റർ ആൻഡ് നോവലിസ്റ്റ്. പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത് ബ്രിക്ക് ലൈൻ
അത്യാവശ്യം വിവാദകരമായ ഒരു കഥാന്തം ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇൻ ദ കിച്ചൺ 2009. ഓക്കെ, മോണിക്കാലി കഴിഞ്ഞാൽ അടുത്തത് സാഡി സ്മിത്ത്. യെസ്, സാഡി സ്മിത്തിലേക്ക് വരുമ്പോൾ വൈറ്റ് ടീത്ത് ആണ് ഏറ്റവും ഫേമസ്. 2000 വന്ന വൈറ്റ് ടീത്ത്. പിന്നെ ദ ഓട്ടോഗ്രാഫ് മാൻ ഇൻ 2002. ഓൺ ബ്യൂട്ടി 2005. NW, അതൊരു പോസ്റ്റ് കോഡാണ് NW, അതാണ് അങ്ങനെ പേര് വരുന്നത് 2000. ഇപ്പൊ ഈ ഒരക്ഷരം 2 അക്ഷരത്തിലൊക്കെ വരുന്ന നോവൽസിനെ ബേസ് ചെയ്ത് ഞാൻ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അതായത് 4 ഓതേഴ്സിന്റെ ഓരോ അക്ഷരത്തെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഓരോ 4 ഓതേഴ്സിനെ തരുന്നു, അവരുടെ ഓരോ അക്ഷരം. ഇപ്പൊ തോമസ് പിഞ്ചിന്റെ V, അതുപോലെ C, പിന്നെ X. അപ്പൊ 4 നോവൽസ്, ഒരക്ഷരമുള്ള 4 ഓതേഴ്സ്. അപ്പൊ അവരെ മാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഒരക്ഷരം 2 അക്ഷരമൊക്കെ മാത്രമുള്ള നോവൽസ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. അത്തരം ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ 20th സെഞ്ചുറി, അതുപോലെ തന്നെ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ റൈറ്റേഴ്സിനെയും, വീണ്ടും പറയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ റൈറ്റേഴ്സിനെയും കവർ ചെയ്യുള്ളൂ. ഇത്രയും എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം എഴുത്തുകാരെയും കവർ ചെയ്തിട്ടുണ്ട്, ഒരാളെ പോലും വിട്ടുപോകാതെ. അതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആരെയും മിസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. ഐ ആം വെയിറ്റിംഗ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലായല്ലോ അല്ലേ? കാരണം അറിയാലോ, വലിയ ഏരിയ ആണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും നമ്മൾ എടുക്കുന്ന പോർഷൻ, നമുക്കൊരു 1 hourൽ പ്രധാനപ്പെട്ട പോർഷൻ എല്ലാം പറയണം. അപ്പൊ എന്തായാലും അത് അങ്ങനെ സാധ്യമല്ല. എന്നാലും എല്ലാ റൈറ്റേഴ്സിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക, അവരുടെ റൈറ്റേഴ്സിന്റെ ഏതൊക്കെ വർക്ക്സ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറഞ്ഞു തരിക എന്നുള്ളതാണ് എന്തായാലും എന്റെ ഡ്യൂട്ടി. അപ്പൊ കഴിയുന്നതും അത് നീതി പുലർത്താൻ സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതുപോലെ ഏതെങ്കിലും സെഷൻസ്, ഇപ്പൊ നമ്മൾ ഓരോന്നോരോരുത്തരും നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്ന വിഷയത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സെഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റുകളായിട്ട് നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഉറപ്പായിട്ടും ഞങ്ങൾ അത് കൺസിഡർ ചെയ്യും. ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഒരു സെഷൻ വേണമെന്നുള്ളത്, ഒരു PYQ പോലൊരു വെബിനാർ ചെയ്യണമെന്നുള്ളത് ഉറപ്പായിട്ടും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. വിൽ ടേക്ക് ഇൻ നോക്കാം. ഓക്കെ, അപ്പൊ അറിയാലോ, ഇനി ഏകദേശം നമുക്ക് പരീക്ഷകളിലേക്ക് ഒരു 20 ദിവസമൊക്കെയാണുള്ളത്. ഡിസംബർ 6 തൊട്ട് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇംഗ്ലീഷ് ഒരു ഡിസംബർ 2nd വീക്കിലെങ്കിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകുന്ന വിചാരിക്കും. അപ്പൊ വീണ്ടും പറയുകയാണ്, എഡ്ഫിൽ ലേണിംഗ് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സും അതുപോലെ ലോങ് ടേം ബാച്ചസും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, അതിന്റെ ഭാഗമാവുക. സോ ഈ ഒരു വെബിനാർ സീരീസിന്റെ അടുത്ത ദിവസം നാളെ നമ്മൾ ഇന്ത്യൻ അമേരിക്കൻ, അറിയാലോ ഇതും ഒരുപാട് വലിയ ഏരിയ ആണ്. രണ്ടും ഇന്ത്യൻ ലിറ്ററേച്ചർ അമേരിക്കൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നാളെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നാളത്തെ ലിറ്ററേച്ചർ നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ അടുത്ത ദിവസം മറ്റ് സാഹിത്യങ്ങൾ, അതായത് പോസ്റ്റ് കൊളോണിയൽ, കോമൺവെൽത്ത് സാഹിത്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഏരിയകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ റൈറ്റേഴ്സിനെയും, ഇപ്പൊ പല കുട്ടികളും സെൽഫ് സ്റ്റഡി നടത്തുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഏതൊക്കെ റൈറ്റേഴ്സിനെ പഠിക്കണം? അപ്പൊ ഏതൊക്കെ റൈറ്റേഴ്സിനുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു വെബിനാറിലൂടെ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നല്ല പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഒരു റിവിഷൻ ആയിട്ടുമാണ് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യം അതാണ്. ഓക്കെ, സോ എന്തായാലും കൂടുതൽ ഞാൻ ഇനി നീട്ടിയൊന്നും പറയുന്നില്ല. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഇത് റിവിഷനായിട്ട് കണ്ട് ഈ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. എല്ലാ റൈറ്റേഴ്സിനെയും ഇതുപോലെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നാളത്തെ സെഷൻ നമുക്ക് ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചർ ആയിരിക്കും. അപ്പൊ ഇന്ന് പഠിപ്പിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 20th സെഞ്ചുറി പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് നാളെ മോർണിംഗ് നിങ്ങൾക്ക് എഡ്ഫിൽ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റഡി പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇത്തരം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. സോ നാളെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്യുക. ഓക്കെ, സോ ഇനി ഞാൻ അധികം ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. താങ്ക് യു പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇന്നത്തെ